സോ ഗുഡ് ഈവനിങ്. നമ്മൾ തിരുക്കുറളിന്റെ പുതിയൊരു അധ്യായം 83-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ആസ് യൂഷ്വൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോകാം. ഇന്നത്തെ അധ്യായം നിഷിദ്ധ സ്നേഹം, ഫോർബിഡൻ ഫ്രണ്ട്ഷിപ്പ്, കൂടാ നൻപ്. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശാന്തി മാമിനെയും. ശാന്തി മാം, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയത് ഏതൊക്കെയാണ്, എങ്ങനെയുള്ള ഒരു നട്പ് നമുക്ക് ആവശ്യമാണ്. അത് ആ, അതാണ് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്തും നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇന്നത്തെ ജനറേഷൻ ആണെങ്കിൽ പാരൻസിനേക്കാളും കൂടുതൽ ഫ്രണ്ട്ഷിപ്പിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഈ കാലത്തും ഈ വള്ളുവർ എഴുതിയിട്ടുള്ള എല്ലാ കുറളും തന്നെ നമുക്ക് ഇപ്പോഴും അത് യൂസ്ഫുൾ ആണ് എന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ളതാണ് അദ്ദേഹത്തിന്റെ കുറൾ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അന്നേ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിക്കാം, അന്നും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഒരു ലിറ്ററേച്ചർ വരുന്നത്. അപ്പോൾ ഇദ്ദേഹം അതുകൊണ്ട് നട്പ് എന്ന് പറയുന്നത് തന്നെ ഒരു 3 അധികാരത്തിൽ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും എവിടെയൊക്കെയോ ചേർക്കാൻ പറ്റുന്ന അവിടെയൊക്കെ ചേർത്തിട്ടുമുണ്ട്. അപ്പൊ ഇതില് തീനട്പ് എന്ന് പറഞ്ഞതാണ് ഇതിന് മുന്നേ ഉള്ളത്. ആ തീനട്പ് എന്ന് പറഞ്ഞാൽ ഒരു മോശമായ ഒരു സൗഹൃദം കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ദോഷം ഉണ്ടാവാം എന്ന് പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് കൂടാ നട്പ്. ഇത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ടു നടക്കാൻ പാടില്ല. കാരണം ഇവര് നമുക്ക് നമ്മുടെ കൂടെ തന്നെ ഇരുന്നുകൊണ്ട് തക്ക നോക്കി നമ്മൾ ചതിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മളടുത്ത് കൂടി വന്ന് നമ്മളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് പോലെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പായിട്ട് കൂട്ടരുത്. അതാണ് ഈ കൂടാ നട്പ് എന്ന് പറയുന്നത്. ഇതിൽ 83-ാമത്തെ അധികാരമാണ്, 821-ാമത്തെ കുറൾ. ചീർ ഇടം കാണിൻ എറിതർക്ക് പട്ടടൈ നേരാ നിരന്തവർ നട്പ്. ഇതിൽ ആദ്യം നമ്മൾ എടുക്കേണ്ടത് നേരാ നിരന്തവർ നട്പ്. അതായത് നമ്മളോടൊപ്പം അധികം സ്നേഹബന്ധം ഇല്ലാതെ പെട്ടെന്ന് വന്ന് നമ്മളുമായിട്ട് ഇണങ്ങുന്നുണ്ട്. മാത്രമല്ല ആ ഇണക്കത്തിൽ തന്നെ എന്തെങ്കിലും ഒരു അവർക്ക് എന്തെങ്കിലും ഒരു എയിം കാണും. എന്താണ്, എപ്പോഴാണ് ഇവർക്കിട്ടൊരു കൊട്ട് കൊടുത്തിട്ട് പോവാം എന്നുള്ള ചിന്തയായിരിക്കും അവർക്കിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സൗഹൃദം, നമ്മൾ ആ സൗഹൃദത്തെ സൗഹൃദമായി എടുക്കുന്നതിനേക്കാളും ഭേദം അവരെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതാണ് നേരാ നിരന്തവർ നട്പ്. നേരാ നിരന്തവർ എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം സഞ്ചരിക്കും, പക്ഷെ അവർ നമ്മുടെ ഒപ്പം അല്ല. അവർക്ക് സാഹചര്യം നോക്കി നടക്കുന്നവരാണ്. എപ്പോഴാണ് നമ്മളെ ചതിക്കാമെന്ന് നോക്കുന്നവരാണ്. ചീരിടം കാണി എറിതർക്ക് പട്ടടൈ. അതായത് ഈ പട്ടട എന്ന് പറഞ്ഞാല് ഒരു ഈ പട്ടടയ്ക്കല്ലെന്ന് പറയും. നമ്മൾ ഈ സ്വർണ്ണമൊക്കെ ഉരച്ച് നോക്കുന്ന ഒരു കല്ലുണ്ടല്ലോ, അതിനെ നമ്മൾ പട്ടടയ്ക്കല്ലെന്ന് പറയാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ അത് ആ തൊഴിൽ ചെയ്യുന്നവർക്ക് ആ കല്ല് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അത് ഉരച്ച് നോക്കുന്ന ഒരകല്ലാണ്. അതുപോലെയാണ് ഇവരെങ്ങനെയുള്ളവര്. അത് കഴിഞ്ഞാൽ നമുക്കത് അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ അതിനെ എടുത്തെറിയും. അത് മാത്രമല്ല, ഏതൊരു സാധനമായാലും നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ അതിനെ എടുത്ത് കളയാറുണ്ട്. അപ്പൊ അതുപോലെയാണ് ഈ ഈ ഫ്രണ്ട്ഷിപ്പ്, ഈ സൗഹൃദമുള്ളവർ. സൗകര്യം കിട്ടുമ്പോൾ നമ്മളെ എന്ത് ചെയ്യും, നമ്മളെ ഒരച്ചു നോക്കി നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടുകയും ചെയ്യും. എന്നിട്ട് നമ്മളെ എടുത്തെറിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ള നേരാ നിരന്തവർ നട്പ്, അതായത് ഏത് സമയം നോക്കിയിരിക്കുന്ന അവരെ നമ്മൾ സൗഹൃദം കൂടാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സൗഹൃദം കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയുള്ളവരുമായിട്ടുള്ള സ്നേഹം നമുക്ക് വേണ്ട, അതിനെ കളയുന്നതാണ് നല്ലത് എന്നാണ് ഈ കുറൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ നമ്മുടെ ഇന്നത്തെ
ഖുറൽ കൂട്ടായ്മ ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നെത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലുള്ള സ്വാഗതം. കുട്ടാന പൂ യഥാർത്ഥ സൗഹൃദം എന്നാണ് ഇത് നമ്മൾ കാണുന്നത്. അതായത് സൗഹൃദം പോലെ തോന്നിക്കും, എന്നാൽ അതിൽ സൗഹൃദമില്ല. സൗഹൃദത്തിന്റെ എലമെന്റ്സുകളൊന്നും ഇല്ലാത്ത സൗഹൃദങ്ങളായിരിക്കും അത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത്തരക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണല്ലോ ഇന്നത്തെ ഈ ഖുറൽ നമ്മളെ പഠിപ്പിക്കുക. ആമുഖമായി, വികാരങ്ങളെക്കാൾ അവസരവാദത്തെ അടിസ്ഥാനമാക്കിയുള്ള സൗഹൃദം ഏതെങ്കിലും ഉപകരണം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ആയുധം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ പ്രഹരം ഏൽപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നുപോലെയാണ് സൗഹൃദം അവകാശപ്പെടുന്നവരുമായുള്ള നമ്മുടെ ആ ബന്ധം. പക്ഷെ അതില്ലാത്തവരുമായുള്ള സൗഹൃദം ഒരു സ്ത്രീയുടെ ഹൃദയം പോലെ ആടി ഉലയും. അവർ പല നല്ല പുസ്തകങ്ങളിൽ നിന്നും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവർ കരുണയില്ലാത്തവരാണെങ്കിൽ ഒരിക്കലും നല്ല സ്വഭാവക്കാരായി മാറില്ല. മുഖത്ത് മധുരമുള്ള പുഞ്ചിരിയോടെ വരുന്ന ഈ തന്ത്രശാലികൾ ഹൃദയത്തിൽ വക്രതയുള്ളവരെങ്കിൽ ഭയപ്പെടണം. ഹൃദയങ്ങൾ ഒത്തുചേരാത്തപ്പോൾ ഒരിക്കലും ഒരു കാര്യത്തിൽ ഏർപ്പെടാൻ അവരുടെ വാക്കുകളെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കരുത് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഖുറൽ 821 പറയുമ്പോൾ, സീരിതം കാണിൻ എരിതാർ കുപ്പ് പട്ടതൈ നേര നിരന്തവർ നട്പു. തരമോർത്തു കൂടത്താൽ തല്ലുന്നൊരാ ആല പോൽ നെറികെട്ട പകയോർതൻ സ്നേഹം. ഒരു ഉദാഹരണം പോലെ പറയുമ്പോൾ, ദമ്പതികൾ അതിൽ തന്നെ പുരുഷന്മാർക്ക് അവസരം ലഭിക്കുമ്പോൾ നിങ്ങൾ അടിക്കപ്പെടുന്ന ആംഗിൾ സമ്മത മനസ്സില്ലാത്ത സൗഹൃദത്തിന്റെ രൂപമാണോ? കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ആന്തരിക വാത്സല്യമില്ലാതെ സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്നവരുടെ സൗഹൃദം ഒരു അനുകൂല അവസരം ലഭിക്കുമ്പോൾ എറിയാവുന്ന ഒരായുധം പോലെ പ്രവർത്തിക്കും. മനസ്സിൽ സ്നേഹമില്ലാതെ പുറമേ അഭിനയിച്ചിടും. അത് സ്നേഹഭാവം തരം നോക്കി അള്ളുന്ന ചിതയായിടും. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. The Tirukkural, authored by the sage Valluvar, is a masterpiece of Tamil literature, providing a universal code of ethics for humanity. In chapter 83, Forbidden Friendship, Teethu Natpu, Valluvar warns against associating with those whose hearts do not align with their outward smiles. He emphasizes that the company of the insincere is
like a sharp blade disguised in silk, dangerous and deceptive. This chapter serves as a pragmatic guide to identifying fair weather friends who offer support only when it serves their own interests. Ultimately, the text teaches that it is better to be alone than to suffer the silent sabotage of a false companion. As the saying goes, a false friend is more dangerous than an open enemy. Kinship with crooked is grave to be left at the dawn of opportunity. To illustrate the wisdom of Quran 8:21, which advises severing ties with the crooked at the first opportunity, the biblical story of Judas Iscariot serves as a powerful example. The number one betrayer. While Judas was one of the 12 disciples, his heart was crooked, driven by greed and a lack of true alignment with Jesus' mission. He maintained the appearance of kinship while secretly negotiating with the high priest to hand over his teacher for 40 pieces of silver. This relationship reached its dawn of opportunity during the Last Supper, where the internal rot of Judas' intent was finally laid bare. Jesus, aware of the treachery, did not attempt to cling to this false friendship, but allowed the separation to occur to fulfill a higher purpose. The story warns that keeping a deceptive person in your inner circle eventually leads to a kiss of betrayal that can have devastating consequences. Better an open enemy than a false friend. Thank you. Over. 822 കുറളാണ്. ഇനം പോറ്റ് ഇനമല്ലാർ കേൺമൈ മകളിർ മനം പോലെ വേറുപടും. ഈ കുറളിലും ഒരു മോശമായ ഒരു സൗഹൃദം, ആ സൗഹൃദം കൊണ്ട് നമുക്ക് എന്ത് നേടാൻ കഴിയും എന്നുള്ളതിനെയാണ് പറയുന്നത്. ഒന്നും നേടാൻ കഴിയില്ല, കുറ്റം മാത്രമേ നമുക്ക് കിട്ടൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സൗഹൃദം ആവശ്യമാണോ എന്നൊരു ക്വസ്റ്റ്യനോടുകൂടിയാണ് ഇത് തുടങ്ങുന്നത്. ഇനം പോന്റ് അതിന് ഒരു ഉപമയും കൂടി പറയുന്നുണ്ട്. ഇനം പോണ്ട് ഇനമല്ലാർ കേൺമൈ. കേൺമൈ എന്ന് പറഞ്ഞാൽ സൗഹൃദം എന്നാണ്. ഇനം പോണ്ട് ഇനമല്ലാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മളെപ്പോഴും ഒരു സൗഹൃദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സുമൊത്ത് ചേരുന്നവർ, നമ്മുടെ തരമൊത്ത് ചേരുന്നവർ, ഏതെങ്കിലും തരത്തിൽ നമ്മളുമായി ഇണങ്ങിച്ചേരുന്ന അല്ലെങ്കിൽ നമ്മുടെ മൈൻഡുമായി ഇണങ്ങുന്ന ഒരാളായിരിക്കും നമുക്ക് സൗഹൃദം സ്ഥാപിക്കുക. അപ്പൊ അതുപോലെ സൗഹൃദം സ്ഥാപിച്ചായിരിക്കും ഈ കൂടാ നட்பு എന്ന് പറയുന്ന ഈ മോശം ഫ്രണ്ട്ഷിപ്പ്. അവർ വന്ന് നമ്മുടെ അടുത്ത് കൂടും, പക്ഷെ അവരുടെ മനസ്സിൽ ഇരിക്കുന്നത് എന്തായിരിക്കും? നമ്മളെ എങ്ങനെയെങ്കിലും ചതിച്ചിട്ട് പോവുക എന്നുള്ള ചിന്ത മാത്രമായിരിക്കും അവർക്കുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിനെ നമുക്ക് കളയണം എന്നുള്ളതാണ് ഈ കുറളിന്റെ അർത്ഥം. അപ്പൊ ഇനം പോന്റെ ഇനമല്ലാർ കേൺമൈ, അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ ഇനം കൂടുമ്പോ നമ്മളോടൊപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നത് പോലെ നിൽക്കും. എന്നാൽ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, കേൺമ എന്ന് പറഞ്ഞാൽ ആ നட்பு അല്ലെങ്കിൽ സൗഹൃദം, മകളിർ മനം പോലെ വേറുപടും. മകളിർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ. സ്ത്രീകളുടെ മനസ്സ് എങ്ങനെയാണോ ഒരു ചാഞ്ചാട്ടം കാണും. പൊതുവെ ഈ സംഘം ലിറ്ററേച്ചർ മുതൽ തന്നെ ഈ പറയാറുണ്ട്, സ്ത്രീകൾക്ക് വലിയ സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ തിരുക്കുറളിന്റെ കാലം എന്ന് പറയുന്നത് സംഘം മരുവിയ കാലം എന്നാണ് പറയുന്നത്. സംഘകാലത്തിന് ശേഷം വന്ന കൃതികളെ സംഘം മരുവിയ കാലം എന്ന് പറയും. അതായത് സംഘകാലം അവസാനിക്കുന്ന അത് തൊട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ തമിഴിലെ ഈ സാഹിത്യ ചരിത്രം പറയുമ്പോൾ ഇതിനെ സംഘം മരുവിയ കാലത്തിലാണ് ഈ തിരുക്കുറളിനെ ചേർക്കുന്നത്. മാത്രമല്ല ഈ തിരുക്കുറളിന്റെ
സമയം അല്ലെങ്കിൽ എന്താണ് എന്ന് ഏത് മതത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഇത് ശൈവമാണ്, സമണമാണ്, അല്ലെങ്കിൽ ബൗദ്ധമാണ്, ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ പക്ഷെ അതിലുള്ള ഒരു സൂചന പോലും ഈ ഖുറാനിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ സ്ത്രീകളെ കുറിച്ച് എപ്പോഴും കുറച്ച് പറയുന്നത്, അതായത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവരെ ഏത് തരത്തിലും ഉയർത്തി പറയുന്ന രീതി സംഘം പീരീഡിൽ ഇല്ല, അതിനുശേഷവുമില്ല. അതിനുശേഷം വന്ന പല സാഹിത്യകൃതികളും സ്ത്രീകളെ താഴ്ത്തി പറയുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്ത്രീകൾക്ക് അന്ന് ഒരു മെയിൽ ഡോമിനന്റ് സൊസൈറ്റി ആയിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. അപ്പൊ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ മനസ്സ് ഒരു സ്ഥലത്തും നിൽക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടും എന്നാണ് ഈ ഇതിൽ പറയുന്നത്. അതുപോലെ അവരുടെ മനസ്സ് എങ്ങനെയാണോ ചാഞ്ചാടുന്നത്, അതുപോലെ ഈ സൗഹൃദം നമുക്ക് നന്മ തരില്ല, എപ്പോൾ വേണമെങ്കിലും നമ്മെ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും പോകുന്നത്? നല്ല രീതിയിലൊന്നും പോകത്തില്ല, നമുക്ക് നമ്മളെ ചതിച്ചിട്ടായിരിക്കും പോകുന്നത്. അതിനുള്ള സമയം നോക്കി തക്ക സമയത്ത് നമുക്കിട്ട് എന്തെങ്കിലും തരത്തിൽ നമ്മളെ ഒരു കുഴിയിൽ ചാടിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സൗഹൃദം നമുക്ക് വേണമോ എന്നതാണ് ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അവസരം ഞാൻ പറയട്ടെ, അതിനുണ്ടോ? പറയൂ സാർ, പറയൂ. അവസരം പറയൂ. ഇല്ല, പറഞ്ഞു. ഖുറാൻ 822 ഇനം പോണ്ട് ഇനമല്ലാർ കേൺമൈ മകളിർ മനം പോലെ വേറുപടും. നല്ല പ്രാസമാണ്. ഇനം പോലെ ഇനമല്ലാർ, നമ്മുടെ തരത്തിലുള്ള ആളാണെന്ന് തോന്നും, പക്ഷെ നമ്മുടെ തരത്തിലുള്ള ആളോ അല്ല. അതാണ് ഇനം പോലെ ഇനമല്ലാർ. ഇനം പോണ്ട് തങ്ങൾക്ക് കൂട്ടുകാരെ പോലെ ഭാവിക്കുന്ന, അതേസമയം ഇനമല്ലാർ സ്നേഹം ഇല്ലാത്തവരുമായി സ്ഥാപിക്കപ്പെടുന്ന. അങ്ങനെ രണ്ട് വിപരീതമായിട്ടുള്ളതാണ് പറയുന്നത്. ആ ഒരേ ഭാവം തന്നെയാണ് അത് പറയുന്നത്. അത് ആദ്യം സ്നേഹം ഉള്ളതുപോലെ കാണിക്കുകയും ചെയ്യും, പക്ഷെ സ്നേഹം ഇല്ലാത്തവരുടെ എല്ലാ ഗുണഗണങ്ങളും ഉള്ളവരാണ്. അതാ പറയുന്നത് ഇനം പോണ്ട് ഞങ്ങൾക്ക്, അത് തങ്ങൾക്ക് കൂട്ടുകാരെ പോലെ ഭാവിക്കുന്ന, അതേസമയം സ്നേഹം ഇല്ലാത്തവരുമായി സ്ഥാപിക്കപ്പെടുന്ന ബന്ധം അവസരം കിട്ടുമ്പോൾ സ്ത്രീകളുടെ ചിത്തഗതി പോലെ മാറിപ്പോകുന്നു. കൂറ് ഉറ്റതായി കാട്ടും കൂററ്റോർ തൻ കൂറ് മാറിപ്പോവും പെൺമനം പോലെ. കവി രമേശൻ നായരും വളരെ നല്ല ട്രാൻസ്ലേഷനായിട്ട് തന്നിരിക്കുന്നത് ഇനം പോലെ ഇനമല്ലാർ എന്ന് പറയുന്നതിന് പോലെ തന്നെ കൂറു മറ്റതായി കാട്ടും കൂററ്റോർ തൻ കൂറ് മാറിപ്പോവും. അത് എങ്ങനെയാണെന്ന് വെച്ചാല് പെൺമനം പോലെ. അതായത് അവരുടെ അത്രക്കാരുടെ സ്നേഹം ചഞ്ചലമായ സ്ത്രീ ചിത്തം പോലെ ഏതു നിമിഷവും മാറിപ്പോകാം. അവിശ്വാസവും ആപത്കരവുമാണ് ആ സ്ഥിതി. അതുകൊണ്ട് അങ്ങനത്തെ സൗഹൃദവും ഒരിക്കലും നമ്മളത് കൊണ്ടു നടക്കാൻ പാടില്ല. അത് നിശ്ചിത സ്നേഹത്തിനോടൊപ്പമാണ് അത് പോകുന്നത് എന്ന് കവി ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. കൂറു അറ്റതായി കാട്ടും കൂററ്റോർ തൻ കൂറ് മാറിപ്പോവും പെൺമനം പോലെ. ഓവർ. Good evening to all. Tirukkural Part 2, Purutpad, Chapter 83, Forbidden Friendship. Kural 8:22. Inam pondum inamallar കേൺമൈ മകളിർ മനം പോലെ വേറുപടും. Relation with the one who pretends intimacy is like frailty of woman. It advises that the friendship of those without a good character is better lost than sustained, even if they act friendly, as keeping such company leads to detrimental consequences. Concept. The verse advises that just as fire burns on contact, evil actions or sins inevitably lead to suffering and destruction.
fear factor. It implies that while one might temporarily escape the social consequences of a bad act, they cannot escape the moral and karmic consequences. The actionable advice: the wise person should avoid committing evil deeds even more strictly than they avoid touching fire. Thank you, sir. Over. 823 കുറൾ. പല നല്ല കറ്റക്കടയ്ത്തും മനം നല്ല രാഹുതൽ മാണാർക്ക് അരിത്. ഇതും എങ്ങനെയാണ് ഇവര് നമുക്ക് ദോഷം ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോ അറിയാൻ കഴിയില്ല. എന്നാൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, വീണ്ടും നമ്മൾ അവരുമായിട്ടുള്ള ഒരു സൗഹൃദം നീട്ടിക്കൊണ്ട് പോകുന്നത് അത്ര നല്ലതല്ല. അത് ഒരു പഠിച്ച് നല്ല അറിവുള്ള ഒരാൾക്ക് യോജിക്കുന്നതല്ല. ഇപ്പൊ നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരാൾ നമ്മളെ ചതിക്ക് എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ വീട്ടുകാർ തന്നെ ചോദിക്കും, ഇത്രയ്ക്ക് നിനക്ക് അറിഞ്ഞൂടെ, ഇങ്ങനെ ഒരു സൗഹൃദമാണോ നിനക്ക് ആവശ്യം എന്ന് ചോദിക്കാറുണ്ട്. നീയൊക്കെ പഠിച്ചിട്ട് എന്ത് ഗുണം? അപ്പൊ നമ്മൾ അവിടെയാണ് നമ്മുടെ പഠിത്തം എത്രത്തോളം ഉണ്ട്, നമുക്ക് അതിനെ ചികഞ്ഞു നോക്കാൻ പറ്റിയോ? അതാണ് നമ്മുടെ പഠിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ അറിവ്. അതാണ് ഇവിടെ ഈ വള്ളുവർ ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. പല നല്ല കറ്റക്കടയ്ത്തും, അതായത് നമ്മൾ പല ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, അതൊക്കെ പഠിച്ച് അതിലുള്ളതെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ അതിനെ പ്രയോഗിക്കാൻ കൂടി അറിയണം. ചിലരാണെങ്കിൽ നല്ല പോലെ പഠിച്ചിരിക്കും, പക്ഷെ അവർക്ക് ആപ്ലിക്കേഷൻ ലെവൽ അറിയില്ല. ഞാൻ കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ ആ പുസ്തകത്തിലുള്ളത് മുഴുവൻ അവര് കാണാപ്പാഠം പഠിച്ചു വയ്ക്കും. എന്നാൽ അതിനെ ഒരു പരീക്ഷ വരുമ്പോൾ അത് എഴുതാൻ അറിയില്ല. അപ്പൊ ആപ്ലിക്കേഷൻ ലെവൽ ആ കുട്ടിക്ക് ഇല്ല. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെവൽ വരണമെങ്കിൽ ഈ കുട്ടി കാണാപ്പാഠം പഠിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല. അതിനെ മനസ്സിലാക്കി അത് ഏത് സന്ദർഭത്തിലാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുപോലെ ഒരുപാട് ബുക്സ് വായിച്ചു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അങ്ങനെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തായിരിക്കണം, അങ്ങനെ പല പുസ്തകങ്ങൾ പഠിച്ചുള്ള അറിവുണ്ടെങ്കിലും മനം നല്ല രാഹുതൽ മാണാർക്ക് അരിത്. അതായത് അതുകൊണ്ട് മാത്രം മനസ്സ് നന്നായി എന്ന് വരില്ല. അങ്ങനെ നന്നാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരുപാട് പുസ്തകങ്ങളും നമ്മുടെ മതപണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ, അവരെഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, അവർ പറയുന്ന വാക്കുകൾ, ഇതൊക്കെ കേട്ട് തന്നെ നമ്മൾ മനസ്സ് മാറണം. എന്നാൽ ഈ ദുഷ്ടന്മാർ ഒരിക്കലും മനസ്സ് മാറില്ല. നമ്മളോടൊത്ത് വന്ന് നമ്മളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നവരെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അവരൊരിക്കലും മാറില്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം എന്നുള്ളതാണ് ഈ പറയുന്നത്. പല നല്ല കറ്റക്കടയ്ത്തും ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവരുടെ മനസ്സ് മാറിക്കാണും എന്ന് ചിന്തിക്കരുത്. മനം നല്ല രാഹുതൽ മാണാർക്ക് അരിത്. അവര് മനസ്സ് നന്നായി, അവര് അതിന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി, അതുകൊണ്ട് ഇവര് നമുക്ക് നല്ലതേ ചെയ്യൂ എന്നൊരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ എനിമിറ്റി അല്ലെങ്കിൽ എതിർവശത്ത് ശത്രുക്കളായി നിന്ന ഒരാള് ഇപ്പൊ വന്ന് പറയുന്നുണ്ട് നമ്മളുമായിട്ട്, അയ്യോ ഞാൻ സോറി, ഞാൻ ചെയ്ത തെറ്റാണ്, ഞാൻ ഇപ്പൊ മനസ്സിലാക്കി എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ ഉള്ളവരാണ് എപ്പോഴും നമുക്കിട്ട് എന്തെങ്കിലും പോച്ചിട്ട് പോണത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള ആളെ നമ്മൾ ചേർക്കരുത്. അത് ഒരു ഉചിതമല്ല, നല്ല പഠിച്ച ഒരാളുടെ അന്തസ്സുമല്ല. അവിടെ നമ്മൾ ചിന്തിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഇതാണ് ഈ കുറിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സാറേ പറയട്ടെ? പറയൂ സാർ, പറയൂ. ഖുറൽ 823. പല നല്ല കടൈന്തും മനം നല്ലർ ആവുതൽ മാണാർക്ക് അരുത്. നാണാமை നാടാமை നാരിന്മൈ യാതൊന്നും പേണാமை പേര് തൊഴിൽ. ഒരു ഖുറൽ നോക്കിയോട്ടെ സാറേ. ഖുറൽ ഓക്കെ, അല്ല ഖുറൽ പേജ് മാറിപ്പോയി, അതാണ് എന്റെ ഇത്. ഒരു മിനിറ്റ് ഇവിടുത്തേക്ക്.
കിട്ടി കിട്ടി. പല നല്ല കറ്റ കടയ്ത്തും മന നല്ല ആകുതൽ മാനാക്കരുത്. സദ്ഗ്രന്ഥം മേരെ പഠിപ്പിക്കലും ദുഷ്ടർക്ക് ചിത്തഗുണം ഉണ്ടാകൽ അരുതാം. അതായത് നല്ല പല ഗ്രന്ഥങ്ങളും അഭ്യസിച്ച് ഉൾക്കൊണ്ടാൽ പോലും മാണാർക്ക്, ദുഷ്ടത മാറാത്തവർക്ക് അതുകൊണ്ട് മന നല്ലതാകുതൽ, ചീത്ത ഗുണം ഉണ്ടാവുക എന്നത് സാധ്യമാവില്ല. അതായത് അടിസ്ഥാനമായി മനോഗുണം ഇല്ലാത്തവരും ശത്രുതാഭാവം പുലർത്തുന്നവരുമായ ആളുകൾക്ക് പല പല വിശിഷ്ട ഗ്രന്ഥങ്ങൾ അഭ്യസിച്ച് ഉൾക്കൊണ്ട് എന്ന് വെച്ചിട്ട് യാതൊരു വിശേഷവും ഉണ്ടാകില്ല. അവരുമായുള്ള ചങ്ങാത്തം എന്നും വിപത്കരം തന്നെ. സദ്ഗ്രന്ഥ മേരെ പഠിപ്പിക്കലും ദുഷ്ടർക്ക് ചീത്ത ഗുണം ഉണ്ടാകൽ അരുതാം. ഓവർ. Thank you, sir. Verse 8:23. A virtuous mind is impossible for much learned and even to the pure-hearted. To illustrate the essence of Quran 8:23, that even the most learned and pure appearing minds can harbor hidden crookedness. The story of Dronacharya from the Mahabharata is a perfect reflection. Despite being a master of the Vedas and the most learned preceptor of his time, Drona's virtue was colored by his deep-seated attachment to his son Ashwatthama. This internal crookedness led him to demand the thumb of the tribal prince Ekalavya as Gurudakshina, a cruel act intended solely to ensure no one surpassed his favorite pupil, Arjuna. Even while being a man of great austerity and knowledge, he chose to fight on the side of the unrighteous Kauravas due to personal obligations and pride. His story proves that past learning does not always equate to a virtuous heart when ego and favoritism intervene. It serves as a warning that intellectual brilliance often acts as a veil for a mind that is not truly pure or equitable. Wallower's insight reminds us that true virtue is rare, even among those who have mastered every scripture. Knowledge without integrity is a dangerous weapon. Thank you, sir. എണ്ണൂറ്റി 24 കുറൾ. മുഖത്തിൻ ഇനിയ നഖ അകത്ത് ഇന്നാ വഞ്ചரை അഞ്ചപ്പെടും. അതായത് നമ്മളിപ്പോ നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവരുമായി നമ്മുടെ സൗഹൃദം സ്ഥാപിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ടായിരിക്കും അവരുടെ ഓരോ ഉയർച്ചയും അല്ലെങ്കിൽ അവർക്ക് വരുന്ന നല്ല കാര്യങ്ങളെയൊക്കെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലർ ഈ അസൂയാലുക്കളാണെങ്കിൽ, സ്വന്തം കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവരുടെ നന്മ കണ്ട് അവര് സന്തോഷിക്കില്ല, ഉള്ളു നിറഞ്ഞായിരിക്കില്ല അവർ നമ്മളെ ആശംസിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അവര് ഉള്ളു തുറന്നാണോ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അല്ലാതെ നമ്മളെ മുഖത്ത് നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നമ്മളടുത്ത് സംസാരിക്കുകയും നമ്മൾ പോയതിന് ശേഷം നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് അപവാദം പറയുകയും ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ അവരെ നമ്മൾ അകറ്റി നിർത്തണം, അവരെ ഭയക്കണം. അതാണ് പറയുന്നത്. മുഖത്തിൻ ഇനിയ നഖ അകത്ത് ഇന്ന, അതായത്
ഇന്നാ വഞ്ചരെ അത് വഞ്ചിക്കുന്നവർ എന്നാണ് പറയുന്നത്. മുഖത്തിനിനിയ നഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം നോക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ചിരിക്കുകയും നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ കണ്ടില്ലെങ്കിൽ ചിലരൊക്കെ പറയുമ്പോൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ഉരുകിപ്പോവും. ഷോ ഇത്രയും സ്നേഹവും എൻ്റെ അടുത്ത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അങ്ങനെയുള്ളവരെ വേണം നമ്മൾ ഭയക്കാൻ. കാരണം സാധാരണ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഓവർ റിയാക്ട് ചെയ്യില്ല. അപ്പോൾ ഇത് ഓവർ റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് മനസ്സിലാക്കണം, ഇവർ എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ഇത്രയും അടുപ്പം കാണിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുഖത്ത് കാണുമ്പോൾ നീയ നഖ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി നമ്മളെ കണ്ടത് കൊണ്ടാണ് അവർക്ക് ഇത്രയും സന്തോഷം വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് ഇണങ്ങിച്ചേർന്നത് പോലെയൊക്കെ പ്രവർത്തിക്കും അങ്ങനെയുള്ളവരെ. പക്ഷെ അകത്ത് ഇന്നാ വഞ്ചരെ, പക്ഷെ മനസ്സിനുള്ളിൽ നമ്മളെ കുറിച്ച് മോശം ചിന്തയും നമ്മളെ എങ്ങനെയെങ്കിലും ചീത്തയാക്കണം അല്ലെങ്കിൽ നമ്മളെ അടിച്ച് തകർത്ത് താഴേക്ക് വിടണം എന്ന് ചിന്തിക്കുന്ന, നമ്മളെക്കുറിച്ച് അപ്രോ ഇപ്രോ പറയുന്ന, നമ്മളില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ എത്രയോ ഇന്നത്തെ സൗഹൃദങ്ങളിൽ ഒരുപാട് അങ്ങനെയാണ്. കൂടെ തന്നെ നടന്നുകൊണ്ടായിരിക്കും നമുക്ക് കുഴിച്ചിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഭയക്കണം. വഞ്ചരെ അഞ്ചപ്പടും, അഞ്ചുതൽ എന്ന് പറഞ്ഞാൽ ഭയക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ട് നമ്മൾ ഭയക്കണം. അല്ല എങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ചിലപ്പോൾ നമുക്ക് നികത്താൻ പറ്റാത്ത ഏതെങ്കിലും നഷ്ടങ്ങളായിരിക്കും നഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട്, കാരണം ഇങ്ങനെയുള്ളവരെ എന്തും ചെയ്യാൻ മടിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ഫ്രണ്ട്സായിട്ട് തന്നെ കൂട്ടാൻ പാടില്ല. ഇനി സപ്പോസ് നമ്മൾ അവരെ വിട്ട് കളയുകയാണെങ്കിൽ അത് സൂക്ഷിക്കണം. കാരണം അവരെ എതിർക്കുകയാണെങ്കിൽ അവർ നമ്മളെ തകർത്ത് കളയും. ഇനി അവരെ കൂടെ നിർത്തുകയാണെങ്കിലും തകർക്കും. അങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യുന്നതാണ് വളരെ വളരെ സൂക്ഷിക്കണം. ഒരു കുപ്പി ഗ്ലാസ്സിനെ നമ്മൾ കയ്യിൽ, കണ്ണാടി ഗ്ലാസ് ഉണ്ടല്ലോ, അത് നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് അത് താഴെ പോവാനും പാടില്ല, എന്നാൽ അത് പൊട്ടാനും പാടില്ല. അതുപോലെയാണ് ഇങ്ങനെയുള്ള സൗഹൃദത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. കാരണം അവരെ എതിർത്ത് കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എനിമിയെക്കാളും വളരെ മോശമായിട്ടായിരിക്കും അവർ പെരുമാറുന്നത്. ചില സൗഹൃദങ്ങൾ എനിക്കറിയാം, നല്ല ഫ്രണ്ട്ഷിപ്പിൽ ഇരിക്കുമ്പോൾ അവര് ഭയങ്കര അടുപ്പത്തിലായിരിക്കും. എന്നാൽ അവര് തെറ്റിക്കഴിയുമ്പോൾ ഈ ഫ്രണ്ട്സ് പറഞ്ഞ പല പല കാര്യങ്ങളെ ഇവർ പുറത്തു പറയും. അപ്പൊ ഇത് കാരണം എത്രയോ പേരുടെ ജീവിതം തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വഞ്ചകരെ, അതാണ് വഞ്ചർ എന്ന് പറഞ്ഞത്. വഞ്ചർ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കപ്പെടുന്നവർ. അവരെ ഒരിക്കലും നമ്മുടെ സൗഹൃദത്തിനുള്ളിൽ കൊണ്ടുവരാൻ പാടില്ല. അവരെ ഭയക്കണം. കാരണം എപ്പോഴും ഒരു അകറ്റി നിർത്തുക എന്നുള്ളതാണ് നല്ലത്. അവരുടെ അടുത്ത് നമ്മളുള്ള സത്യമൊന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് നല്ലതൊന്നും നടക്കത്തില്ല എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് ഇത്രയും ഇതായിട്ട് ക്ലിയർ ആയിട്ട് വള്ളുവർ പറഞ്ഞിരിക്കുന്നത് വഞ്ചരെന്ന്. ആ വഞ്ചരെ നമ്മൾ അഞ്ചപ്പെടും എന്ന് പറഞ്ഞാൽ ഭയപ്പെടണം. ഇതാണ് ഈ കുറിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. പറയട്ടെ, ഉണ്ടോ? ശ്രീകുമാരി മാമുണ്ട്. 824 കുറൾ 824. മുഖത്തിൻ ഇനിയ നഖ അകത്തിന്ന വഞ്ചരെ അഞ്ചപ്പെടും. മുഖത്തിൻ തെളിച്ചവും മുഖത്തിൻ ജ്വലിക്കലും ഉള്ളൂരിൻ മൈത്രിയെ പേടിക്കെ എപ്പോഴും. എന്ന് വെച്ചാൽ മുഖത്ത് നല്ല തിളക്കമായിരിക്കും, മനസ്സ കർത്തവാവ് പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ പറയുന്നത് അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്നുള്ള ഒരു ചൊല്ലിനാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ദുഷ്ടനെ എതിർക്കരുതെന്നൊരു ചൊല്ലുണ്ട്. നാം അത്ര തന്നെ സ്നേഹിച്ചാലും അവരുടെ ഉള്ളിനകത്ത് ഒരു കറുത്ത പാട്, അവരുടെ ഉള്ളിൽ വിഷം നിറച്ച് വെച്ചേക്കും. അതുകൊണ്ട് അവരെ സ്നേഹിക്കാൻ പറ്റില്ല. അകത്തിൽ തന്നെ നിർത്തണം. അവരെ വിശ്വസിച്ചാൽ നമുക്ക് അപകടം ഉണ്ടാകും. അവരെ തക്കം പാർത്ത് നമ്മെ ചതിയിൽ കുരുക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അകറ്റി നിർത്തണം എന്നാണ് ഖുർആൻ പറയുന്നത്. മുഖത്ത് വെളുത്ത വാവ് പോലെ ചിരി ഉണ്ടാകും. കാണുമ്പോൾ പഞ്ചാരച്ചിരിയായിരിക്കും. നെഞ്ചതിൽ വിഷം നിറച്ചു പഞ്ചാര വാക്കുരച്ചു എന്ന് പാട്ടുള്ളത് പോലെ. എന്നാൽ മനസ്സിനകത്താണെങ്കിലോ പകയും വെറുപ്പും വിദ്വേഷവും അസൂയയും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നന്മ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അവർക്ക് മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കാൻ സാധിക്കില്ല. അവരെ അകറ്റി നിർത്തുക, ഹൃദയരഹസ്യങ്ങൾ ഒന്നും തന്നെ പറയാതിരിക്കുക. പറഞ്ഞാൽ അവരത് നാട് മുഴുവനും അറിയിക്കുകയും നമുക്ക് ദ്രോഹം ചെയ്യുകയും ചെയ്യും. തിന്മയിൽ പൊതിഞ്ഞുള്ള ചിരിക്കുന്ന മുഖം, നന്മയില്ല. അവരുടെ ഉള്ളിൽ ഒരിക്കലും നന്മയുണ്ടാകില്ല. നാം എത്ര സ്നേഹിച്ചാലും ചില ആൾക്കാർ അങ്ങനെയാണ്. എൻ്റെ അനുഭവത്തിലുണ്ട്.
നാം എത്ര തന്നെ സ്നേഹിച്ചാലും അവരത് അംഗീകരിക്കില്ല. അവരെ മനസ്സിലുണ്ട് ഒന്ന്, അതനുസരിച്ച് അവർക്ക് ഇങ്ങോട്ട് പെരുമാറാൻ സാധിക്കും, നമ്മെ സ്നേഹിക്കാൻ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വിശ്വസിക്കാതെ അകറ്റി നിർത്തുക. മുഖത്തിന്നിനിയാനക അകത്തു ഇന്ന വഞ്ചരി അഞ്ചപ്പെടും. താങ്ക് യു. കുറൽ 824. മുഖത്തിൻ ഇനി അനാക അകത്തു ഇന്ന വഞ്ചരൈ അഞ്ചപ്പെടും. Cheats having pleasant smile on face, evil thought inside must be scared. Fear the friendship of those who smile with their face, while their hearts are filled with hidden hatred. Beware of those whose faces show sweetness and friendship, but whose minds are filled with enmity. Such people are deceitful, and their friendship is dangerous. This Quran highlights that even if enemies appear friendly, their true hateful nature will be revealed in their actions, just as the inherent nature of a fox is to eat carrion. It teaches to look beyond superficial politeness to true intent. This Quran is a warning to be cautious and discerning in relationships, emphasizing that actions speak louder than words. Thank you all. Over, sir. എണ്ണൂറ്റി 25 കുറളാണ്. മനത്തിൻ അമയാതവரை എനൈത്തൊണ്ടും ചൊല്ലിനാൽ തേറൽപ്പാറ്റണ്ട്. മനത്തിൻ അമയാതവരെ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് നമ്മളുമൊത്ത് ചേർന്ന് പോകുന്നവരെ മാത്രമേ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കൂട്ടാറുള്ളൂ. എന്നാൽ ചില സമയത്ത് നമുക്ക് അവരെ ഇഷ്ടമല്ല, എന്നാലും അവർ നമ്മുടെ അടുത്ത് വന്ന് ഇഷ്ടം കൂടിക്കൊണ്ട് വരും. കാരണം നമ്മളിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് എന്തെങ്കിലും അവർക്ക് നേടിയെടുക്കാനോ ആയിരിക്കും അവരിങ്ങനെ കൂടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. മനത്തിനമയാതവരെ, നമ്മുടെ മനസ്സും ഒത്തു ചേർന്ന് പോകാത്തവരെ, എനെ തൊണ്ടും ചൊല്ലിനാൽ തേറൽപ്പാറ്റുണ്ട്. എന്തെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് അവർ ചിലപ്പോൾ ചക്കര വാക്ക് പറഞ്ഞ് നമ്മളെ മയക്കുമായിരിക്കും. അങ്ങനെ ചക്കര വാക്കിൽ വീഴരുത്. അങ്ങനെ വീഴുകയാണെങ്കിൽ അത് നമ്മൾ കുറെ ഈ നമ്മുടെ തിരുക്കുറൾ പോലെ തന്നെ ഒരുപാട് നീതി നൂലെന്ന് പറയും. തമിഴിൽ ഒരുപാട് നീതി നൂലുകളുണ്ട്. അത് സമ്മതിക്കുന്നില്ല. കാരണം നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെയുള്ളവരെ നിന്റെ കൂടെ സൗഹൃദം കൂട്ടരുത്. അങ്ങനെ കൂട്ടുകയാണെങ്കിൽ ഒരിക്കലും നിനക്ക് നന്മ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു വാക്കുകൊണ്ട് നമ്മളിപ്പോ പറയാറുണ്ട്. ഇപ്പോഴ് ഇന്നത്തെ കാലത്ത് ഒത്തിരി കുട്ടികൾ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, കൂടുതലും ഈ കുട്ടികൾ ചെയ്യുന്നത് പാരൻസുമായി ഷെയർ ചെയ്യാതെ ഫ്രണ്ട്സുമായാണ് ഷെയർ ചെയ്യുന്നത്. അത് മുഖം കാണാത്ത സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സുമായിട്ട്. അപ്പൊ അവരൊരു വാക്ക് പറയും സ്നേഹത്തോടുകൂടി. ചിലപ്പോൾ അത് ഏജ്ഡ് ആളായിരിക്കാം, ചിലപ്പോൾ ഡ്രഗിസ്റ്റ് ആയിരിക്കാം, എന്താണ് എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു വാക്കുകൊണ്ട് ചിലരൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും അയാൾ എന്നോട് ഇത്രയും സ്നേഹത്തിൽ സംസാരിച്ചു, അതിലാണ് ഞാൻ വീണുപോയത്. എത്ര മണ്ടത്തരമാണ് ഈ പറയുന്നത്. അപ്പോ അതാണ് വള്ളുവർ അന്നേ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വാക്ക്, അതിനാണ് എനെ തൊണ്ടും ചൊല്ലിനാൽ, ഒരു വാക്കുകൾ കൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ അളക്കാൻ പറ്റില്ല. തേറൽപ്പാറ്റന്റ് എന്നാൽ ഒരു ഷുവർട്ടി, അല്ലെങ്കിൽ നമുക്ക് ഇത് നല്ല ആളാണ്, ഈ ഒരു വാക്കിൽ ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹം നല്ല ആളാണ്. എങ്ങനെ പറ്റും? അത് തന്നെ മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തണം. ഇല്ല എങ്കിൽ ഇവർ നിങ്ങൾക്ക് വലിയ ദോഷത്തിലായിരിക്കും നിങ്ങൾ പോയി ചാടുന്നത്. അതുകൊണ്ട് ഇത് പാടില്ല എന്നുള്ളതാണ് ഈ ഖുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സാറേ, മോഹൻദാസ് സാർ.
സാറല്ലേ? ഉണ്ട് 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 എടുക്കാം. மனத்தின் அமையாதவரை இணைத்தாண்டும் சொல்லினார் தேற்றுப்பார் அன்று. മനസ്സുകൊണ്ട് അമയാതവരെ നമ്മോട് ഇണങ്ങാത്തവരെ ഇണത്താണ്ടും യാതൊരു കാര്യത്തിലും ചൊല്ലിനാൽ വാക്കുകൊണ്ടും തേറൽപ്പാറ്റ് അംഗീകരിക്കരുത്. മനസ്സുകൊണ്ട് ഇണക്കമില്ലാത്തവരെ അംഗീകരിക്കുകയോ ഒരിക്കൽ പോലും അവരുടെ വാക്ക് വിശ്വസിക്കുകയോ ചെയ്യാൻ പാടില്ല. അവരുടെ ഓരോ ചലനത്തിന്റെയും പിന്നിൽ ചതി കാത്തിരിക്കുന്നു എന്ന് കവി പറയുന്നത്. ഉള്ളി ഇണങ്ങാത്തോരെ കൊള്ളായിക, അവരുടെ ചൊല്ലു കേൾക്കായിക, നമ്പായിക എന്ന് കവി വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഉള്ളി ഇണങ്ങാത്തോരെ കൊള്ളായിക, അവരുടെ ചൊല്ലുകൾ കേൾക്കായിക, നമ്പായിക. ഓവർ. Qural 825. Acts of inimical evil. മനത്തിൻ അമയാതവരെ എനൈത്തു ഒൻറും ചൊല്ലിനാൽ തേറർപ്പാറ്റു അൻറു. Don't try to begin any work, trusting words of those are not mentally akin to. This Qural emphasizes that a king should never underestimate an enemy's strength, even if they appear weak or helpless. The couplet warns that ignoring a seemingly powerless foe can lead to ruin, as even a small spark can cause massive destruction if overlooked. Significance. This Qural advises prudence, vigilance, and strategic foresight, urging leaders to analyze potential threats regardless of their current seemingly insignificant size. മനത്തിൻ അമയാതവരെ എനൈത്തു ഒൻറും ചൊല്ലിനാൽ തേറർപ്പാറ്റു അൻറു. താങ്ക് യു ഓൾ. ഓവർ സർ. 826 കുറൾ. നട്ടാർ പോൽ നല്ലവൈ ചൊല്ലിനും ഒട്ടാർ സൊൽ ഒല്ലൈ ഉണറപ്പെടും. ഈ കുറളും വെറുതെ നമ്മളുമായി സംസാരിക്കുമ്പോൾ എന്ത് പറയണേ, പൊള്ളയായ വാക്കുകൾ പറഞ്ഞ് വെറുതെ ചിരിച്ച് നമ്മളെ കബളിപ്പിക്കുന്ന ആ സൗഹൃദം നമുക്ക് നന്മ ചെയ്യില്ല എന്നുള്ളതാണ് ഈ കുറളിലും പറഞ്ഞിരിക്കുന്നത്. നട്ടാർ പോൽ നല്ലവൈ ചൊല്ലിനും. നട്ടാർ എന്ന് പറഞ്ഞാൽ നട്പ് കൊണ്ടവർ, അതായത് നമ്മളുമായി സൗഹൃദം സ്ഥാപിച്ചു എന്ന് കാണിച്ച്, ഞാൻ നിന്റെ വെൽവിഷറാണ്, നിനക്ക് നന്മ മാത്രമേ ഞാൻ ചിന്തിക്കൂ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്, ഇങ്ങനെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരാരും തന്നെ എന്ത് ചെയ്യത്തില്ല, ഈ നന്മ ചെയ്യുന്നവർ ഒരിക്കലും ഞാൻ നിനക്ക് നന്മ ചെയ്യുന്നു, ഞാൻ നിനക്ക് നന്മ മാത്രമേ ചിന്തിക്കുന്നു എന്ന് പറയില്ല. കാരണം നമ്മൾ അച്ഛനോ അമ്മയോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ? ഒരിക്കലുമില്ല. നമ്മുടെ കൂടപ്പറപ്പുകൾ എപ്പോഴും നമുക്ക് നന്മ ചെയ്യുമെന്ന് നമുക്കറിയാം. അവർ വന്നിട്ട് ഞാൻ നിനക്ക് നല്ലതല്ലേ ചെയ്യുന്നത്, ഞാൻ നിനക്ക് നല്ലതല്ലേ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാറില്ല. അവർ പ്രവർത്തിച്ചാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മളെ ചതിക്കണം എന്ന് വന്നവർ ഒരിക്കലും നമുക്ക് നല്ലത് ചെയ്യില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നട്ടാർ പോൽ നല്ലവേ ചൊല്ലിനും. അത് നമുക്ക് നല്ല കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് അവർ പറയുകയാണെങ്കിൽ ഒട്ടാർ സൊൽ ഒല്ലൈ ഉണറപ്പെടും. ഒട്ടാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളുമായി ചേർന്ന് പോകാത്തവർ, അവരുടെ ആ വാക്കുകൾ ഒല്ലൈ ഉണറപ്പെടും. ഒല്ലൈ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അത് നീണ്ട ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ദിവസം നീണ്ടു പോവില്ല. കാരണം അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവര് നമ്മളുമായിട്ട് എന്തോ ഒരു ആവശ്യത്തിനാണ് അവർ നമ്മളെ ഇങ്ങനെ പുകഴ്ത്തുന്നത്. ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പുകഴ്ത്തി പറയും. ഇതുപോലെ ആരും ചെയ്യില്ല, ലോകത്താരും ഇതുപോലെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് ഓർക്കണം,
എന്ത് നമ്മൾ ചെയ്തു, നമുക്കറിയില്ലേ നമ്മൾ എന്താണ് ചെയ്തതെന്ന്. അപ്പൊ നമ്മൾ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അതിൽ വീണു പോകരുത്. അതിന്റെ അർത്ഥം പുറകിൽ നമുക്ക് എന്തെങ്കിലും മാപ്പ് അവർ പണിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ചിന്തിച്ച് വേണം നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് പറയും, വള്ളുവറിന്റെ വാക്കിൽ പറയുകയാണെങ്കിൽ മുട്ടാൾ എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് അങ്ങനെ ചിന്തിക്കണം. അവരുടെ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്കത് അറിയാൻ കഴിയും. നീണ്ടു പോവില്ല. അവര് നമുക്ക് നല്ലത് ചെയ്യുന്നത് പോലെ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു വാക്ക് മതി, അവർ പറയുന്ന ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഒല്ലൈ ഉണറപ്പെടും എന്ന് പറഞ്ഞത്. ഒല്ലൈ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇതാണ് വള്ളുവർ ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 826. ഇവിടെ നല്ല പ്രാസത്തിലുള്ളതുണ്ട്. നട്ടാർ പോൽ നല്ലവൈ ചൊല്ലിനും ഒട്ടാർ ചൊൽ ഒല്ലൈ ഉണരപ്പെടും. നട്ടാർ ഒട്ടാർ മിക്കവാറും തിരുക്കുറളിലെ വള്ളുവരുടെ 7 വാക്കുകൾ തന്നെ 2 നല്ല പ്രാസം ഒത്തുവരുന്നതാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് നട്ടാർ പോൽ ഉറ്റ സുഹൃത്തുക്കളെ പോലെ നല്ലവൈ നല്ല ഫലങ്ങളെ ഉദ്ദേശിച്ചുള്ള വാക്കുകളാണ് ചൊല്ലിനും പറയുന്നത് എങ്കിൽ പോലും ഒട്ടാർ ചൊൽ ഉള്ളിൽ ശത്രുത ഉള്ളവരുടെ ചൊല്ല് അങ്ങനെ അല്ല എന്ന കാര്യം ഒല്ലേ എത്രയും പെട്ടെന്ന് ഉണരപ്പെടും, തിരിച്ചറിയാൻ കഴിയും. യഥാർത്ഥ മിത്രങ്ങളെപ്പോലെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് എങ്കിൽ പോലും ഉള്ളിൽ പക ഉള്ളവരുടെ ചൊല്ല് വേറിട്ട് നിൽക്കും എന്നറിയാൻ താമസമില്ല. കേൾക്കുന്ന മാത്രയിൽ തന്നെ അറിയാവുന്നതേ ഉള്ളൂ ആ വ്യത്യാസം. മനോഭാവം വാക്കിൽ പ്രതിഫലിക്കാതിരിക്കില്ല. ഇഷ്ടർ പോൽ നല്ലതേ ചൊല്ലിലും ദുഷ്ടമൊഴി കേട്ടളവ് വിഫലമെന്നറിയാം. ഇഷ്ടർ പോൽ നല്ലതേ ചൊല്ലിലും ദുഷ്ടമൊഴി കേട്ടളവ് വിഫലമെന്ന് അറിയാം. ഓവർ. Though uttered words, enmity could be easily detected, though they said good words as friends. Kurul 8:27. 827 കുറൾ. சொல் வணக்கம் ஒன்னார்கண் கொள்ளற்க வில் வணக்கம் தீங்கு குறித்தமையான். വിൽ വണക്കം തീങ്ക് കുറിത്തമയാൻ എന്നതാണ് ആദ്യം എടുക്കേണ്ടത്. വിൽ വണക്കം തീങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വില്ലിനെ വളഞ്ഞിരിക്കുന്നതാണ്. അപ്പോ അമ്പ് പൂട്ടുമ്പോൾ, അത് അമ്പ് പൂട്ടി അമ്പ് ചെയ്യുമ്പോൾ ഈ വില്ല് വളഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ അമ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ അമ്പ് ചെയ്ത് അത് ആരുടെ പുറത്താണോ ഈ അമ്പ് കൊള്ളുന്നത് അവർക്ക് എപ്പോഴും അത് മോശമാണ്. അവരുടെ ജീവൻ പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് സംഭവിക്കാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവർക്കത് തീമയാണ് തരുന്നത്. അപ്പൊ ഒരു വില്ല് വണങ്ങിയാൽ ആ വില്ല് കൊണ്ട്, ആ വില്ല് വണങ്ങുക എന്ന് പറഞ്ഞാൽ വളയുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ആ വിൽ വണക്കം കൊണ്ട്, ആ വില്ല് വണങ്ങുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? അത് ആരോ ഒരാൾക്ക് കേട് സംഭവിക്കുന്നുണ്ട്. അതായത് തമിഴിലുള്ള ഒരു നന്ദി കലമ്പകം എന്ന് പറയും. അതായത് ഒരു ചിറ്റിലക്യത്തിന്റെ ഒരു പ്രബന്ധം എന്ന് പറയില്ല, അതുപോലെ ഒരെണ്ണമാണ് ഈ നന്ദിക്കലമ്പകം. അതിൽ പറയും നന്ദിവർമ്മൻ, തെല്ലാറ് എറിந்த നന്ദിവർമ്മൻ എന്ന് പറയാറുണ്ട്. ആ നന്ദിവർമ്മൻ ഭയങ്കര എന്താണ്, തമിഴിനോട് വളരെ സ്നേഹമുള്ള, തമിഴിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം വളരെ ശക്തിമാനുമാണ്. അദ്ദേഹത്തിനെ ജയിക്കുക, യുദ്ധം ചെയ്ത് ജയിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വില്ലെടുക്കുകയാണെങ്കിൽ ആരാണ് മരിക്കുക, ഏത് എനിമിയാണ്, ഏത് ശത്രുവിനെയാണ് ഇയാൾ കൊല്ലുക എന്ന് അറിയാൻ പറ്റില്ല. അത്രയ്ക്ക്
ആ വില്ല് കൊണ്ടുള്ള ആ, ഉറപ്പായിട്ടും അയാൾ ജയിച്ചിരിക്കുമെന്നുള്ളതാണ്. അതുപോലെയാണ് ഇവിടെ പറയുന്നത്. ആ വില്ല് കൊണ്ട് എന്താണ് സംഭവിക്കുക? ആ വില്ലിങ്ങനെ വണങ്ങുന്നത് കൊണ്ട് അടുത്ത ആൾക്ക് മോശമാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും കേട് സംഭവിക്കും. അതുപോലെയാണ് சொல் வணக்கம் ഒന്നാർക്കൻ കൊള്ളാക്ക. അപ്പോൾ നമ്മുടെ ശത്രു നമ്മളുമായി വന്ന് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് നമ്മളുമായി ഇണങ്ങിച്ചേരുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത് വന്ന് വണങ്ങി തൊഴുത് ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും വിശ്വസിക്കരുത്. അത് ഏതുപോലെയാണ്? ഒരു വില്ല് വണങ്ങുമ്പോൾ ആ വില്ല് ആരെയാണ് നശിപ്പിക്കുന്നത്? ആ വില്ലിൽ നിന്നും പുറപ്പെടുന്ന അമ്പ് എതിരെ നിൽക്കുന്ന ഒരാൾക്ക് തിന്മയെ കൊടുക്കൂ. അതുപോലെയാണ് ഒരു ഒരു എനിമി അല്ലെങ്കിൽ ഒരു ശത്രു നമ്മളിൽ വന്ന് വാക്കുകൾ കൊണ്ട് മയക്കുന്നത്. അങ്ങനെ അയാളുടെ വാക്കിന്റെ ആ വാക്ചാതുര്യം കൊണ്ട് അയാൾ നമ്മളെ വീഴ്ത്തുകയാണെങ്കിൽ അതിൽ വീണു പോവരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് നമുക്ക് നന്മയല്ല തരുന്നത്. ഇതുപോലെ ആയിരിക്കും വില്ലിൽ നിന്നും അമ്പ് പോയി ആ എതിരാളിയെ വീഴ്ത്തുന്നത് പോലെ നിങ്ങളെ ഇദ്ദേഹത്തിന്റെ സൊല്ല്, അതായത് വാക്കുകളിൽ നിങ്ങൾ മയങ്ങിപ്പോയാൽ നിങ്ങൾക്കും തിന്മയെ വരൂ എന്നുള്ളതാണ് ഇത് ഈ ഖുറനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇവിടെ പറയട്ടെ? ഓക്കെ. 827 சொல் வணக்கம் ஒன்னார்கண் கொள்ளர்க வில் வணக்கம் தீங்கு குருத்தமை யான். சொல் വണക്കത്തിൽ കൈ കൊള്ളായിക, ശത്രുവെ വിൽ വണങ്ങുന്നതോ വീഴ്ത്താൻ. അതായത് ഇവിടെ കവി ഉപമിക്കുന്നത് നമ്മുടെ സാധാരണ ലെവലിൽ തൊഴുകയോ ഇല്ലെങ്കിൽ അയാളുടെ ആദരം കൊണ്ട് വണങ്ങുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മുതുക് മൊത്തത്തിൽ കുനിഞ്ഞ് വയറിന്റെ അടുത്ത് വരെ വരാറുണ്ട്. അതായത് നിവർന്നു നിൽക്കുന്ന വില്ല് എങ്ങനെയാണോ അതിന്റെ ആ ഞാറ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഞാണെന്നാ പറയുന്നത്, അത് വലിക്കും തോറും അത് കൂനി കുറുകി വരുന്നതെന്ന് വെച്ചാൽ അത്രയും ആദര സൂചകമായിട്ടുള്ള ഇതാണ്. അത് വളരെ ഭവ്യതയോടു കൂടി പണ്ട് ഈ രാജാക്കന്മാരും അടിയാൾമാരും ഒക്കെ വണങ്ങി നിൽക്കുന്നത് കാണാം നമുക്ക് ചിത്രങ്ങളിലൊക്കെ. രാജാവ് നിമിർന്നു നിൽക്കുകയും അടിയാൾ ഇങ്ങനെ കൂനി കുറുകി ഒരു വില്ല് പോലെ വളഞ്ഞു നിൽക്കുകയും ചെയ്യുന്നതാണ്. അവിടെ അതിനെയാണ് ഇവിടെ കവി ഉപമിക്കുന്നത്. അങ്ങനെ എത്രത്തോളം കുനിഞ്ഞ് വില്ല് പോലെ ഇങ്ങനെ അമർന്നു വരുന്നുവോ അതിൽ തളയ്ക്കുന്ന അമ്പ് അത്രയ്ക്കും അതിന്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് വേഗത്തിൽ ചെന്ന് ഏതിനെയാണോ ഇങ്ങനെ അത് കുറി വെക്കുന്നതോ അല്ലെങ്കിൽ ആ വില്ലുകൊണ്ട് ചെയ്യാൻ നോക്കുന്നുവോ അതിനെ വളരെ ശക്തമായിട്ട് തന്നെ ചെന്ന് ആക്രമിക്കും. അതുപോലെയാണ് ഇവിടെ കവി പറയുന്നത്. രണ്ടും വണക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ മലയാളത്തിൽ പറയുന്നത് നമസ്തേ തന്നെ. തമിഴില് വണക്കം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വെൽക്കം, മലയാളത്തിൽ നമസ്തേ നമസ്കാരം എന്ന് പറയുന്ന ആ ഇതാണ്. ആ നമസ്കാരം ചെയ്യുന്ന കർത്തവ്യം പോലെയാണ് ഇവിടെ വില്ലിന്റെയും ചൊല്ലിന്റെയും രീതിക്ക് പറയുന്നുണ്ട്. അവിടെ ഒരു പ്രാസം വരുന്നുണ്ട്. വിൽ വണക്കം, ചൊൽ വണക്കം, അതായത് വാക്കുകൾ കൊണ്ട് നമ്മുടെ മയക്കി താഴ്ത്തി കൊണ്ടുവരുന്ന ഒരു രീതിക്കാണ്. അപ്പം നേരത്തെ പ്രൊഫസർ ശാന്തി പറഞ്ഞ പോലെ ആദ്യത്തെ വാക്ക് വിൽ വണക്കമാണ്. വില്ല് വളയുന്നത്, വിനയം കാണിക്കുന്നത് തീങ്ക് നേരെ നിൽക്കുന്നവർക്ക് തിന്മ വിളയിക്കുവാൻ മാത്രമാണ്. ഒന്നർക്കൻ ശത്രുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ചൊൽവണക്കം വാക്കുകളുടെ വിനയവും അതുപോലെ അപകടകരമാണ് എന്ന് കരുതി കൊള്ളർക്ക അത് സ്വീകരിക്കാതിരിക്കുകയാണ് ഉത്തമം. വില്ല് എത്രത്തോളം വളയുന്നുവോ അത്രത്തോളം ശക്തമായും മാരകമായും ഒരു കൂരമ്പ് അതിൽ നിന്ന് നമ്മുടെ മാറി പിളർക്കാനായി വരുന്നു എന്നതുപോലെയാണ് വണക്കമുള്ള വാക്കുകൾ പറയുന്നതും. അതൊക്കെ വിശ്വസിച്ചു പോയാൽ പതനം തീർച്ചയാണ്. ചൊൽ വണക്കത്തിൽ കൈ കൊള്ളായിക, ശത്രുവെ വിൽ വണങ്ങുന്നതോ വീഴ്ത്താൻ. അതിന്റെ പിറകെയുള്ള ആപത്ത്, അപകടം നമ്മളത് മണർത്ത് അറിയണം എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ.
10 Qurans of chapter 83 emphasizes the importance of maintaining a prosperous and fulfilling domestic life by engaging with guests and providing hospitality. It highlights the value of hospitality and joy of it brings to a man's life. Quran 8:27. It is for evil bow its bend, don't regard polite words of enemy too. Do not trust the seeming humility of enemy speech, for the bow bends only to do harm. It means, since the bending of bow bespeaks evil, one should not accept as good the humility features of one's enemies. Over. 828 குறள். தொழுதகை உள்ளும் படை ஒடுங்கும் ஒன்னார் அழுத കണ്ണീരും അനൈത്ത്. അതായത് നമ്മളിപ്പോ ഒരു ശത്രു നമ്മളുമായി വന്ന് ഇണങ്ങാൻ വരികയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. കാരണം അദ്ദേഹം വന്ന് നമ്മളെ നമസ്കരിക്കുന്ന ആ കൈയിന്റെ അകത്തു പോലും എന്തായിരിക്കും വെച്ചിരിക്കുന്നത്? ആയുധം വച്ചിരിക്കും. അതാണ് എനിമി, ശത്രുത. ആ ശത്രുത പെട്ടെന്ന് ഒരു ദിവസം നമ്മളുമായിട്ട് ഇണങ്ങാൻ വരികയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ആ തൊഴുത കൈ ഉള്ളും പടയൊടുങ്ങും. നമ്മള് നമസ്കരിക്കുന്ന വന്ന് ഞാൻ നിന്റെ കൂടെ കൂടാം, അല്ലെങ്കിൽ ഞാൻ ഇത്ര കാലം ചെയ്തത് തെറ്റാണ്, എനിക്കിപ്പോ മനസ്സിലായി, നമ്മൾ ഇനി ഒരുമിച്ച് ഫ്രണ്ട്സായി ഇരിക്കാം എന്നൊക്കെ പറയുന്നവരുടെ കയ്യിൽ, അങ്ങനെ വണങ്ങുന്ന കൈയിനുള്ളിൽ പോലും ഒരു എന്തെങ്കിലും ഒരു ആയുധം ഇരിക്കും. അതുകൊണ്ട് ഒന്നാർ അഴുത കണ്ണീരും അനൈത്ത്. അതുകൊണ്ട് അവര് കണ്ണീരൊഴുക്കി ഞാൻ അതൊക്കെ ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അവരുമായി സൗഹൃദം സ്ഥാപിക്കരുത്. കാരണം ആ സൗഹൃദം നിലനിൽക്കുന്നതല്ല, നമുക്ക് ദോഷം മാത്രമേ ചെയ്യൂ. കാരണം എന്ന് വെച്ചാല് തമിഴിൽ തന്നെ ജീവക സിന്താമണി വളരെ പ്രധാനമുള്ള ഒരു കാവ്യമാണ്. സിലപ്പതികാരം പോലെ തന്നെ ഒരു കാവ്യമാണ് ജീവക സിന്താമണി. ആ ജീവക സിന്താമണിയിൽ ജീവകൻ എന്ന് പറയുന്ന ഒരു രാജാവാണ് അതിന്റെ ആ കാവ്യം ഉണ്ടാവാൻ കാരണം. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നും മാറിപ്പോയ ഒരാള് വീണ്ടും വന്ന് അദ്ദേഹത്തിനോട് കൂടി അദ്ദേഹത്തെ ചതിച്ചിട്ട് പോയി. അപ്പൊ അത് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മൾ എന്തുകൊണ്ട് ആ ചച്ചന്തൻ എന്ന് പറയുന്ന വ്യക്തി കൂടെ നിൽക്കുന്നവരെ കുറിച്ച് തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ കൂടെ നിന്നവർ തന്നെ ഇദ്ദേഹത്തെ ചതിക്കുൾപ്പെടുത്തുകയും അയാൾ മരിക്കുകയും ചെയ്തത്. എന്നിട്ട് സ്വന്തം ഭാര്യയെ, അന്ന് ഗർഭിണിയായിരുന്ന ഭാര്യയെയും അവിടുന്ന് ഒരു വിസൈ എന്ന് പറയും, അതായത് ഒരു യന്ത്രം, ആ യന്ത്രത്തിൽ കയറ്റിവിടുകയും ആ യന്ത്രം പോയി ഒരു കാട്ടിന്റെ നടുവിൽ ചെന്ന് വീഴുകയും അവിടെ വെച്ച് ആ സ്ത്രീ പ്രസവിക്കുകയും, അതാണ് ഈ ജീവകൻ. പിന്നെ വരുന്നതെല്ലാം ആ ജീവകന്റെ ചരിത്രങ്ങളൊക്കെയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ആ ചച്ചന്തൻ തന്റെ കൂടെ നിൽക്കുന്നവരെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ അയാൾക്ക് രക്ഷപ്പെടാമായിരുന്നു. ഇവരുടെ വീൺവാക്കുകൾ, അതായത് പൊള്ളത്തരമായ വാക്കുകളിൽ വിശ്വസിച്ചു പോയി. അപ്പോൾ അവര് വന്ന് നമ്മളെ തൊഴുതു നിൽക്കുമ്പോൾ പോലും അവരുടെ കണ്ണീരിൽ പോലും നമ്മൾ സൂക്ഷിക്കണം. അത് അഴുത കണ്ണീരും അനൈത്ത് എല്ലാം വേസ്റ്റാണ്. അതിലെല്ലാം തന്നെ എന്തായിരിക്കും? വളരെ മോശമായ, നമ്മളെ ചതിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ വെച്ചിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വളരെയധികം മാറ്റി നിർത്തുന്നതാണ് നല്ലത്. ഇനി അഥവാ അവര് വന്നാൽ പോലും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. 828 കുറൾ. തൊഴുതകൈയുള്ളും പടൈ ഒടുങ്കും ഒന്നാർ അഴുത കണ്ണീരും കൈയിലും തങ്ങിടുമായി ബാഷ്പത്തിലും കൂടെ അസ്ത്രങ്ങൾ ഗോപ്യമാണ്. ദുഷ്ടന്റെ കൂപ്പ് കൈകളിൽ പോലും ആയുധമുണ്ടാകും എന്നാണ് പറയുന്നത്. കണ്ണുനീരിൽ കൂടിയും അസ്ത്രങ്ങളും ഗോപനം ചെയ്യപ്പെട്ടിരിക്കും. ദുഷ്ടൻ വണങ്ങുന്നത് കൂപ്പുകൈയോടുകൂടി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ ആയാലും സഹതപിക്കുന്നതും ഹിംസയ്ക്ക് വേണ്ട സൗകര്യം കിട്ടുന്നതിന് വേണ്ടിയായിരിക്കും
എങ്ങനെ തക്കം പാർത്തിരിക്കും ദ്രോഹിക്കാനായി. അയാൾക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയുകയില്ല. ഒരു ദുഷ്ടന്റെ വണങ്ങലും അവന്റെ സഹതപിക്കലും ദോഷം വരുത്തുന്നതിന്റെ അഥവാ ഹിംസ ചെയ്യുന്നതിന്റെ മുന്നോടിയായി നാം കാണണം. അവരെ നാം മനസ്സിലാക്കണം. അവന്റെ കൂപ്പുകൈയിൽ ആയുധമായിരിക്കും, കണ്ണീരിൽ അസ്ത്രമായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അവന്റെ മനസ്സിലെ ദുഷ്ട വിചാരത്തെയാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അത്തരം വിചാരമുള്ളവൻ പ്രവർത്തിക്കാനും മടിക്കില്ല. അവർ മനസ്സിൽ ഇങ്ങനെയുള്ള ദുഷ്ടവിചാരമുള്ളവർ പ്രവൃത്തിയിലൂടെയും ദുഷ്ടത തന്നെ കാണിക്കും. അവർക്കൊരിക്കലും സ്നേഹിക്കാനോ നന്മ ചെയ്യാനോ സാധിക്കില്ല. സൂത്രശാലിയായ എതിരാളി പ്രിയവചനങ്ങൾ പറയുകയാണെങ്കിലും ആ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന തന്ത്രം നാം മനസ്സിലാക്കണം. ശത്രുവിനെ നാം ശത്രുവിന്റെ തന്ത്രത്തെ നാം മനസ്സിലാക്കിയില്ലെങ്കിൽ നാം അപകടത്തിൽ പെടും. അതാണ് ഈ ഖുറാനിൽ പറയുന്നത്. അവരുടെ സ്നേഹം കളങ്കമാണ്, കളങ്കമറ്റതല്ല. ഇവർ തേൻ പോലെ പ്രിയ വാക്കുകൾ മൊഴിയും. പക്ഷേ ആ തേനെന്ന് പറയുന്നത് വിഷമായിരിക്കും. തേനല്ല, തേൻ പുരട്ടിയ വാക്കുകളാണ്, പക്ഷേ വിഷത്തിൽ പൊതിഞ്ഞിരിക്കും. എന്നാൽ അവരുടെ തന്ത്രം എന്തിനാണ്? നാം മുൻകൂട്ടി തന്നെ എങ്ങനെയാണെങ്കിലും അത് അവരെ മനസ്സിലാക്കണം. ശത്രുവിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. രക്ഷപ്പെടണമെങ്കിൽ നാം ആ കഴിവ് പ്രയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ ജീവിത വിജയം വരിക്കാൻ ശത്രുവിന്റെ ദുഷ്ടത മനസ്സിലാക്കണം. ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാകണം. താങ്ക് യു. തൊഴുതകൈ ഉള്ളും പടയൊടുങ്കും ഒന്നാർ അഴുത കണ്ണീരും മനയ്ക്കൂ. ഓവർ. താങ്ക് യു. Enemies hide weapons in greeting hands, and their tears also are like that. Kurul 829. 829 കുറൾ. മികച്ചെയ്ത് തമ്മെള്ളുവാരെ നകച്ചെയ്ത് നട്പിനിൽ ചാപ്പുല്ലർപ്പറ്റ്. അതായത് ഓരോ ശത്രുക്കളും നമ്മുടെ കൂടെ വന്ന് എങ്ങനെയൊക്കെയാണ് കൂട്ടുകൂടുന്നത്, നമ്മളെ എങ്ങനെ വീഴ്ത്താമെന്ന് നോക്കുന്നത്, ഇതിനെയൊക്കെ മനസ്സിലാക്കി നമ്മൾ നടന്നോളണം എന്ന് പറഞ്ഞ വള്ളുവർ ഈ കുറളിൽ പറയുന്നത് എങ്ങനെ അവരെ ഒഴിവാക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഒരു ശത്രു നമ്മളുമായിട്ട് വരികയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ അവരെ എന്ത് ചെയ്യണം? ഒരുപാട് അകറ്റി നിർത്താനും പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് മനുഷ്യർ ഇങ്ങനെയുള്ളവരാണ്. പിണക്കിയാൽ നമുക്ക് ദോഷം ചെയ്യും, ഇണക്കിയാലും ദോഷം ചെയ്യും. ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല ഒരു കുറളാണ്. മികച്ചെയ്ത് തം എള്ളുവാരെ, അതായത് നമ്മളടുത്ത് അവർക്ക് നമ്മളോടുള്ള ആ എതിർപ്പ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള അസൂയ എന്ത് വേണമെങ്കിലും എടുക്കാം, സ്വരച്ചേർച്ചയില്ലായ്മ, ഇതൊന്നും തന്നെ പ്രകടിപ്പിക്കാതെ നമ്മളോട് കൂടുതൽ സ്നേഹം കാണിച്ചുകൊണ്ട് നമ്മളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോവും, അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്ഷിപ്പാണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ നമ്മളോട് വളരെ അടുത്തുപോയി, വളരെ ശരിക്കും നല്ല ഒരു ബന്ധമാണ് എന്ന് ചിന്തിക്കും. അങ്ങനെ ആവരുത്. കാരണം അവർ നമ്മളിൽ നിന്ന് പിണങ്ങിപ്പോയിട്ട് തിരിച്ചു വരുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. മികച്ചെയ്ത് തമ്മെള്ളുവാരെ, അതും അവരുടെ ഉള്ളിൽ ഉള്ളതിനെ പുറത്ത് കാണിക്കാതെ, എന്താണ് അവര് മനസ്സിലിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവർ നമ്മളുമായി ഇണങ്ങിച്ചേരുന്നത്. അപ്പൊ നമ്മളും എന്ത് ചെയ്യണം? അതാണ് അടുത്ത് പറയുന്നത്. നഖച്ചെയ്ത് നട്പിനിൽ ചാപ്പുല്ലർപ്പറ്റ്. അതായത് അങ്ങനെയുള്ളവരെ നമ്മളും എന്ത് ചെയ്യണം? അവരെങ്ങനെയാണോ നമ്മളെടുത്ത് ചിരിച്ച് നമ്മളുമായിട്ട് വന്ന് ഇണങ്ങി ചേർന്നിട്ട് നമുക്കിട്ട് പാര പണിതിട്ട് പോകുന്നതോ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ മാറ്റി നിർത്തണം. എങ്ങനെയാണ്? ചിരിച്ചുകൊണ്ട് തന്നെ. നഖച്ചെയ്ത് അവരെ നമ്മളേറ്റു, അവരും ഞാനും നിങ്ങളും നല്ല ഫ്രണ്ട്സാണ് എന്ന രീതിയിൽ തന്നെ കൊണ്ടുപോയി നട്പിനുൾ ചാപ്പുല്ലർപ്പറ്റ്, ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തണം. പതിയെ
വ്യക്തിയെ മാറ്റി നിർത്തണം. ഇപ്പൊ നമ്മളുമായി അവര് ചിലപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നോട്ടെ, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു ഔട്ടിങ് പോവാം. എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം നമ്മൾ പറയണം, അയ്യോ സോറി, എനിക്ക് ഇന്ന് ഈ പണിയുണ്ട്. അങ്ങനെ നമ്മൾ പതുക്കെ പറയുകയാണെങ്കിൽ അത് അവർക്ക് അവർ നമ്മളെ തെറ്റിദ്ധരിക്കാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ അവർ വിചാരിക്കും, അയ്യോ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് ഇന്ന കാരണം കൊണ്ട് പറ്റിയില്ല എന്ന് നമ്മൾ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞ് മാറുകയാണെങ്കിൽ താനേ അവർ നമ്മളെ വിട്ട് പൊക്കോളും. അതുപോലെ ചെയ്യണം. അല്ലാതെ അവരെ പിണക്കി വിടുകയാണെങ്കിൽ നമുക്ക് വളരെ ദോഷം ചെയ്യും. അതാണ് ഇന്നത്തെ കാലത്ത് അത് ഏറ്റവും നല്ല ഒരു കുറളാണിത്. കാരണം ഇന്ന് ഇരിക്കുന്ന ആൾക്കാർ പലരും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് പണി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വേണം അവരെ നിർത്താൻ. അപ്പോൾ നഖച്ചെയ്ത് നട്പിനിൽ ചാപ്പുലർ, എപ്പോഴും നമുക്ക് നമ്മുടെ സൗഹൃദത്തിന്റെ അകത്ത് ഇവരെ കൊണ്ടുവരരുത്, അവരെ പുറത്ത് തന്നെ നിർത്തണം. എന്നാൽ ഏത് രീതിയിലായിരിക്കണം? അവരുമായി നമുക്ക് നല്ല സൗഹൃദം ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാക്കിയിട്ട് വേണം അവരെ ഒഴിവാക്കാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അതാണ് ഒരു രാജാവിന്റെ ഒരു നീതിയും നമ്മുടെ നീതിനൂല് പറയുന്നത് പോലെ, അതായത് നീതിനൂൽ എന്ന് പറഞ്ഞാൽ ധർമ്മം എന്താണ് എന്ന് പറയുന്ന പുസ്തകങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ്, വേദവാക്ക് പോലെയാണ് ഇത് കൈക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ജയം മാത്രമേ കിട്ടൂ എന്നുള്ളതാണ് വള്ളുവന്റെ കരുത്ത്. ഓക്കെ, താങ്ക് യു. 829 மிகச்செய்து தம்முள்ளுவாரை நகச்செய்து நட்பினுள் சாப்புல்லர் பாற்று புறம் வாழ்த்தி உள்ளில் சதிப்போர் தன் பந்தம் പുറം വാഴ്ത്തി ഉള്ളിലോ കൊല്ലുക. അതായത് മികച്ചെയ്ത് ഭാഗ്യമായി വളരെയധികം സ്നേഹം നടിച്ച് തമ്മുള്ളുവാരെ അകമേ തന്നെ പുച്ഛിക്കുന്ന ശത്രുക്കളെ നട്പിനുൾ താനും അതുപോലെയുള്ള സ്നേഹമൊക്കെ ഭാവിച്ച് നഖച്ചെയ്ത് പുറമെ അവർക്ക് പ്രിയം തോന്നുമാറ് പ്രവർത്തിച്ച് ചാപ്പുല്ലർ പാറ്റ് ഉള്ളിൽ അതെന്ന് പറഞ്ഞാൽ ആ സൗഹൃദം ചാകുംപടി വേരോടെ നശിക്കുന്ന മട്ടിൽ ശോഷിച്ചു കഴിയുക. അതെ, പുറമെ വലിയ സ്നേഹം ഭാവിക്കുകയും ഉള്ളിൽ ചതിക്കാനുള്ള പദ്ധതികൾ ഒരുക്കുകയും ചെയ്യുന്ന ശത്രുക്കളോട് അതേ നയം തന്നെ സ്വീകരിക്കുകയാണ് വേണ്ടത്. പുറമെ അവരോടും വലിയ സ്നേഹം ഭാവിക്കുക, ഉള്ളിലോ ആ ബന്ധത്തെ മുളയിലേ നുള്ളിക്കളയുക. അതാണ് എന്താ പറഞ്ഞാല് ബുദ്ധിമാന്മാരുടെ സൗഹൃദം കൊണ്ടുപോകേണ്ട ഒരു രീതി എന്ന് പറയുന്നുണ്ട്. പുറം വാഴ്ത്തി ഉള്ളിൽ ചതിപ്പോർ തൻ ബന്ധം പുറം വാഴ്ത്തി ഉള്ളിലോ കൊല്ലണം എന്നാണ് കവി പറയുന്നത്. ഓവർ. Oral 829 says, relation with those showing love outward and cursing inward should be ended up in the same manner. Policy requires that hostility to an enemy should be hidden under a smile. It is just when men make much of you and then despise. Make them smile and slap in front face. It is the duty of one to affect great love, but make it die inwardly. As regard those enemies who show them great friendship, but hate them in their earth. Over. ഏറ്റവും അവസാനത്തെ കുറളാണ് 830 കുറൾ. പകை നട്പാം കാലം വരുംകാൽ മുഖം നട്ട് അകനട്പ് ഒരീവിടൽ. നമുക്ക് ചില സമയത്ത് ശത്രുക്കൾ പോലും നമ്മളടുത്ത് തിരിച്ചു വന്ന് ആ ശത്രുതയൊക്കെ മറന്ന് നമ്മളുമായി സൗഹൃദം സ്ഥാപിക്കാനായി വരുന്ന കാലം വരാം. അങ്ങനെയാണെങ്കിൽ അവരെ ഏൽക്കാൻ പാടില്ല. നമ്മൾ എങ്ങനെ അവരെ ഫേസ് ചെയ്യണം എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. പകை നട്പാം കാലം വരുംകാൽ, അത് നമ്മുടെ ശത്രു നമ്മളോടൊപ്പം സൗഹൃദം ഭാവിച്ച് വരികയാണെങ്കിൽ മുഖം നട്ട് അകനട്പ് ഒരീവിടൽ, അവരെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ കാണുമ്പോൾ ചിരിക്കുകയും
അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ നല്ല സൗഹൃദത്തിലാണ് എന്ന് അഭിനയിക്കുകയും ചെയ്യണം. മുഖം നട്ട് എന്ന് പറഞ്ഞാൽ മുഖത്ത് മാത്രമേ ആ സൗഹൃദം പാടുള്ളൂ. അകനട്പ് ഉരീവിടൽ. അകനട്പ് എന്ന് പറഞ്ഞാൽ മനസ്സിനുള്ളിൽ ആ സൗഹൃദം കൊണ്ടുപോകാൻ പാടില്ല. കാരണം മനസ്സിനുള്ളിൽ നമ്മൾ ആ സൗഹൃദം കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമേ നമുക്കത് വലിയ ദോഷം ചെയ്യൂ. അപ്പോൾ അവരെ കാണുമ്പോൾ ചിരിക്കുക, അതോടുകൂടി വിടുക. കാരണം അത്രയേ പാടുള്ളൂ, അല്ല എങ്കിൽ നമുക്ക് വളരെ ദോഷം ചെയ്യും. അപ്പോൾ നമുക്കിപ്പം ചിലരൊക്കെ ഈ ശത്രുത കഴിഞ്ഞ് ചിലപ്പോൾ അവരുടെ നമ്മുടെ ശത്രുവായതിനു ശേഷമായിരിക്കും നമ്മളിൽ ഉള്ള നന്മ അവർ മനസ്സിലാക്കുക. അപ്പോൾ അവർ വീണ്ടും നമ്മുടെ അടുത്ത് വന്ന് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് വന്നാൽ പോലും നമ്മൾ അവരെ സംശയിക്കണം. അങ്ങനെയുള്ളവരെ ശരി നമുക്കിനി ഫ്രണ്ട്ഷിപ്പ് തുടരാം എന്ന് പറഞ്ഞ് അവരുമായിട്ട് ആ മുഖത്ത് മാത്രമേ ആ സൗഹൃദം കൊണ്ടുവരാൻ പാടുള്ളൂ. പതുക്കെ ആ ഫ്രണ്ട്ഷിപ്പിനെ കളയുക. നമുക്കത് വേണ്ട. കാരണം ഒരിക്കൽ നമ്മളെ കളഞ്ഞിട്ട് പോയവർ തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ആവശ്യമില്ല. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ കണ്ടിന്യൂസ് നമ്മുടെ ആ സൗഹൃദം നിലനിർത്തിക്കൊണ്ടു പോകണം. അത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അവസാനമായി പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു വരികയാണെങ്കിൽ വരേണ്ട ചിലപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാം. അങ്ങനെ വന്നാൽ അവരെ മുഖത്ത് മാത്രം സൗഹൃദം കാണിച്ചുകൊണ്ട് അവരുടെ ഉള്ളിൽ അവരുടെ സൗഹൃദത്തിനെ ഏൽക്കരുത്, അതിനെ ഒഴിവാക്കി വിടണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഏറ്റവും അവസാനത്തെ കുറൽപ്പാട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പകൈ നട്പാങ്കാലം വരുങ്കാൽ മുഖനട്ട കനപ്പൊരി ഈ വിടൽ. ശത്രുക്കൾ മിത്രമാം കാലത്ത് സ്നേഹിക്ക വക്രത്താൽ ഒഴിയേണമുള്ളാൽ. ശത്രുക്കൾ സുഹൃത്തുക്കളായി പ്രത്യക്ഷപ്പെടുന്ന സമയം വരുമ്പോൾ നിങ്ങൾക്ക് ശത്രുതാപരമായ ഹൃദയം മറയ്ക്കാൻ പുഞ്ചിരിക്കുന്ന മുഖം ധരിക്കാം. അതായത് ഒരാളുടെ ശത്രുക്കൾ നമ്മുടെ സൗഹൃദത്തെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ അവരെ നമ്മുടെ നോട്ടം കൊണ്ട് സ്നേഹിക്കാം, പക്ഷേ ഹൃദയത്തിൽ സ്നേഹം ഇല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കണം. ഇത് പ്രണയമാണെങ്കിൽ പോലും, മുൻ പ്രണയമാണെങ്കിൽ പോലും എന്ന് ചില വേർഷനുകളിൽ പറയുന്നുണ്ട്. സമീപകാലത്ത് നമ്മൾ ഇനിയും കാണാൻ പോകുന്നുണ്ട്. തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഒന്നിച്ചു നിന്നവർ ഭിന്നിച്ചു പോയി വല്ലാത്ത രീതിയിൽ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വീണ്ടും നിമിഷം പ്രതി ചിലപ്പോൾ ഒന്നിച്ചൊന്നും വന്നേക്കാം. അവിടെയൊക്കെ നമ്മൾ ഈ ചതിക്കുഴി കാണുന്നത് നന്നായിരിക്കും എന്ന് പല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ശത്രുവിന് മിത്രമാകേണ്ട സാഹചര്യം വന്നാൽ മുഖത്ത് സ്നേഹം കാണിക്കുകയും മാനസികമായി വെറുക്കുകയും ക്രമേണ അവനെ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ പെരുമാറുന്നത്. അവർക്കറിയാം അപ്പം വേണമെങ്കിലും പാര വരാം. ശത്രു സ്നേഹിതനാകുമ്പോൾ വെളിവിൽ മൈത്രി കാട്ടുക, മനം തട്ടാതെ ഭാവിക്കും സ്നേഹം ക്രമേണ നീക്കുക. ഉപസംഹാരം: സുഹൃത്തുക്കളെ പോലെ ശരിയായതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ശത്രുക്കളുടെ വാക്കുകൾ ഉടനടി വെളിപ്പെടും. വില്ലുകൾ വളഞ്ഞു തരുന്നത് ആരെയോ അഭിവാദ്യം ചെയ്യാനല്ല, മറിച്ച് ആരെയോ അമ്പ് ചെയ്ത് വേദനിപ്പിക്കാനാണ്. അതുപോലെ നിങ്ങളുടെ ശത്രുവിന്റെ അഭിവാദനം അർത്ഥമാക്കുന്നത് ആത്മാർത്ഥമല്ല. ഭക്തിയോടെ കൂപ്പിവെച്ച കൈകൾ ഒരായുധത്തെ മറച്ചു വെച്ചേക്കാം. നിങ്ങളുടെ ശത്രുക്കളുടെ കണ്ണുനീരും അങ്ങനെ തന്നെ. പുറമേ സ്നേഹം പ്രകടിപ്പിക്കുകയും ഉള്ളിൽ പരിഹാസം സൂക്ഷിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ കരുതിയിരിക്കണം. അത്തരക്കാരുമായി
അകലം പാലിക്കുന്നതാണ് നല്ലത്. എതിരാളികളുമായി സൗഹൃദം സ്ഥാപിക്കേണ്ട സമയം വന്നാൽ മുഖത്ത് നോക്കി കാര്യം പറയുക. സാധിക്കുന്നിടത്തോളം അവരെ ഒഴിച്ചു നിർത്തുകയും ചെയ്യുക. ഒരുപാട് പ്രായോഗികത ഉൾക്കൊള്ളുന്ന ഒരു നല്ല കുറലാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ, ഞാനിത് പറയുമ്പോഴും കേട്ടപ്പോഴും വായിച്ചപ്പോഴും ഒക്കെ എനിക്ക് ഈ തിരഞ്ഞെടുപ്പ് കാലം ഇതിന് കുറെ അധികം പ്രസക്തി ഉണ്ടെന്ന് തോന്നി. അതുപോലെ ചില ആളുകൾ നമ്മുടെ അയൽവക്കക്കാരും ഒക്കെ ഉണ്ടാകും, പെട്ടെന്ന് പിണങ്ങും, അതുപോലെ തന്നെ പെട്ടെന്ന് ലോഹ്യപ്പെടും. പക്ഷെ അവരെപ്പം വേണമെങ്കിലും അലോഹ്യത്തിലാകും. മലയാളത്തിൽ ഒരു നാടൻ പ്രയോഗമുണ്ട്, തിളയ്ക്കുമ്പോൾ വളിക്കുക. നമ്മുടെ കഞ്ഞിയൊക്കെ തിളച്ച് കിടക്കുന്നതിനിടയ്ക്ക് വളിക്കുമോ? പക്ഷെ ചില മനുഷ്യര് തിളയ്ക്കുമ്പോൾ വളിക്കുന്നവരാണ്, വളരെ ലോഹ്യമായിരിക്കും. നമ്മൾ തന്നെ അറിയില്ല, ഇരുണ്ട് വിളക്കുമ്പോൾ അവർ നമ്മുടെ ശത്രുക്കളെ പോലെ പെരുമാറുന്നു. നാളെ കാണുമ്പോൾ മിണ്ടത്തില്ല. ഇന്ന് വളരെ ലോഹ്യമായിരുന്നു, എന്നാന്ന് നമുക്ക് തന്നെ ചിലപ്പോൾ പിടികിട്ടത്തില്ല. ഇത്തരക്കാരെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അത് വളരെ പ്രായോഗികമായ ഒരു കാര്യമാണ്. അവരോട് വെറുക്കണമെന്നോ അവരെ നമ്മള് വലിയ ശത്രുവായി പെരുമാറി അങ്ങോട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നോ ഒച്ച വെക്കണമെന്നോ ഒന്നും അല്ല ഇവിടെ തിരുവള്ളുവർ പഠിപ്പിക്കുന്നത്. പക്ഷെ കരുതിയിരിക്കണം, ഒരിക്കലേ പറ്റാവുള്ളൂ. അത് ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, അബദ്ധം പറ്റാം, പക്ഷെ ഒരിക്കലേ പറ്റാവുള്ളൂ. വീണ്ടും വീണ്ടും പറ്റരുത്. ഇവിടെ ചില സംഘടനകളൊക്കെ പെട്ടെന്ന് ഐക്യപ്പെടുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഐക്യപ്പെട്ടു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയ മുദ്രാവാക്യവുമായിട്ട് വന്ന് വീണ്ടും ഐക്യപ്പെട്ടു. ഏതാണ്ട് അങ്കിലി പരിമിതമായ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും അകന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ വായിന്ന് വരുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് നമുക്കറിയാം. ഇത് വ്യക്തി ജീവിതത്തിലും നമുക്ക് വളരെയേറെ ബാധകമായിട്ട് എനിക്ക് തോന്നി. ഏതായാലും ഇതിലെ നന്മ നമുക്ക് ഉൾക്കൊള്ളാം. ആരോടും ശത്രുത പുലർത്തുക എന്നുള്ള ഒരു ധ്വനി ഒരിക്കൽ പോലും ആർക്കും ഉണ്ടാകരുതിലൂടെ, മറിച്ച് കരുതിയിരിക്കുക, നമ്മളും വിവേകമുള്ളവരായിരിക്കുക എന്നൊക്കെയുള്ള ഒരാശയത്തെ ഇതിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാം. എല്ലാവർക്കും നന്മ നേരുന്നു. ഇന്നത്തെ ഈ വലിയ പരിപാടിയിൽ നമ്മളെല്ലാവരെയും സഹായിച്ച പ്രിയപ്പെട്ട സ്വാതി മാം എത്രയോ സുന്ദരമായി തമിഴ് സംസ്കാരത്തിൽ നിന്ന് തന്നെ കുറെ അധികം നല്ല ഉദാഹരണങ്ങൾ പറയും. വളരെ പ്രായോഗികമായ, ഏവർക്കും മനസ്സിലാകുന്ന നല്ല ശുദ്ധമായ മലയാളത്തിൽ, അതുപോലെ തന്നെ തമിഴിൽ ഒക്കെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. തൊട്ടുപുറകിൽ വേണ്ട അവസരങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട നയനാർ സാറ് മലയാളവും തമിഴും ഉപയോഗിച്ച് അദ്ദേഹവും വഴിമാറ്റം നടത്തി നമ്മളെ സഹായിച്ചു. സാബു സാറിന്റെ വലിയ സാന്നിധ്യം ഉടനീളം ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇംഗ്ലീഷിലേക്കുള്ള മൊഴിമാറ്റത്തിന് നമുക്ക് ഏറെ പ്രചോദനമായി തീർന്നത് പ്രിയപ്പെട്ട ഓമന ടീച്ചറും റോയ് സാറും ജോർജ് സാറുമാണ്. അവരെയും പ്രത്യേകം ഓർക്കുന്നു. ഒപ്പം ശ്രീകുമാരി മാം മലയാള പരിഭാഷയ്ക്ക് വേണ്ടി ഇതോടൊപ്പം കൂടിച്ചേർന്നു. കൂടാതെ അവർക്കൊക്കെ നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ സ്ഥിരം ഈ പ്ലാറ്റ്ഫോമിനെ ധന്യമാക്കുന്ന ശുദ്ധോദനൻ സാറും കുഞ്ഞോയി മാസ്റ്ററും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അത്ര പരിചിതമല്ലാത്ത മറ്റു ചില സുഹൃത്തുക്കളുണ്ട്. എല്ലാവരെയും, പരിചയമുള്ളവരെയും പരിചയമില്ലാത്തവരെയും എൻ്റെ പേരിലും ഈ പ്ലാറ്റ്ഫോമിലെ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ പ്രവർത്തകരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും മറ്റ് ഒരധ്യായവുമായി നമുക്ക് വീണ്ടും അടുത്ത ആഴ്ചയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു. ഓവർ ടു ഓമന ടീച്ചർ. താങ്ക് യു സർ. കേൾക്കാവോ സാറ്? ഹലോ, ഇപ്പൊ കേൾക്കാം. കേൾക്കാം. ഓക്കെ. കേൾക്കാവോ?
ആ കേക്കാവോ സാറേ? അതൊന്ന് ചോദിച്ചാൽ കേട്ടു, പറഞ്ഞോളൂ. കേൾക്കാം. എന്തോ പറ്റിപ്പോയി. Kural 830. If situation arises for enemy to become friend, put on love at face, hate mentally, and gradually abandon them. To illustrate Kural 830, the story of Vibhishana and Ravana from the Ramayana offers a strategic perspective on handling forced or dangerous kinships. When Vibhishana realized that his brother Ravana was beyond redemption, he did not immediately spark an internal war that would destroy the city from within. He maintained his duty and a calm exterior while mentally detesting the unrighteous path his brother had chosen. Once the dawn of opportunity arrived, he formally served his ties and sought refuge with Rama, effectively abandoning a toxic alliance for a righteous one. This transition allowed him to protect his integrity without being consumed by Ravana's inevitable downfall. Keep your friends close, but your enemies closer. In conclusion, the Tirukural provides a timeless psychological blueprint for navigating the complexities of human relationships with wisdom and caution. Chapter 83 reminds us that true friendship is a union of hearts, whereas a forbidden friendship is merely a strategic mask worn for selfish gain. By teaching us to recognize the subtle signs of insincerity, Valur empowers us to protect our peace from those who smile while harboring ill intent. Ultimately, the text argues that quality of character far outweigh the quantity of one's social circle. Choosing to distance oneself from the crooked is not an act of cruelty, but a necessary step toward a virtuous and secure life. A poem on hidden thorns. The smile is bright, the words are sweet, like honeyed traps for wandering feet. But underneath the velvet glove lies cold intent, devoid of love. Better the lonely starlit track than a friend who hides a blade in the back. We owe a debt of gratitude to Sabu sir and his platform for creating a space where ancient ethics like the Tirukural can be modernized and shared. A heartfelt thank you to the participants, Joshi sir, Nayanar sir, Sandhi ma'am, Roy sir, George sir, Srikumari ma'am, whose curiosity keeps these profound verses alive and relevant in today's world. Finally, we appreciate the viewers who engage with this knowledge, carrying the light of virtue and discernment into their own lives. Thank you. Okay, thank you. So, thank you, അടുത്ത ആഴ്ചയിലെ sir. ക്ലാസ് അടുത്തത് ചാപ്റ്റർ 84 മലയാളത്തിലാണെങ്കിൽ മൗഢ്യം, തമിഴില് പേദമൈ, ഇംഗ്ലീഷില് ഇഗ്നറൻസ്, അതുപോലെ അജ്ഞത. അത് നമുക്ക് അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോവാം, അല്ലെങ്കിൽ അപകടം ഉണ്ടായിപ്പോവാം. പക്ഷെ അത് വീണ്ടും അതിലേക്ക് തന്നെ സഞ്ചരിക്കാതിരിക്കുക, അത് ആവർത്തിക്കാതിരിക്കുക, അതാണ് നല്ല ഗുണം. അല്ലാത്തവരുടെ രീതി എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും
നാശത്തിലേക്ക് പോവുകയും നന്മയുള്ളത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ആ ഒരു ഗുണത്തെയാണ് അടുത്താണ് പറയുന്നത് മൗഢ്യം, ഇഗ്നറൻസ് അല്ലെങ്കിൽ അജ്ഞത. സഖ്യത്തിന്റെ വിരുദ്ധ കോണിലുള്ള ശത്രുതയെ കേന്ദ്രീകരിച്ച് വിശകലനം ചെയ്യാൻ തുടങ്ങുന്നു. മനസ്സിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്ത ക്രോധം മൂലവും കാമം മൂലവും അത്രേ ശത്രുത ഉണ്ടാകുന്നത്. ക്രോധജന്യമായ ശത്രുതയെ 5 അധികാരങ്ങളിലും കാമജന്യമായ ശത്രുതയെ 5 അധികാരങ്ങളിലും പരിചിന്തനം ചെയ്യുന്നു. അതിനു മുൻപ് ആ രണ്ടും ന്യൂനതകൾക്കും ഹേതുവാകുന്ന മൗഢ്യത്തെക്കുറിച്ച് 2 അധികാരങ്ങളിലായി വിവരിക്കുന്നു. മൂഢത എന്നാൽ അറിവില്ലായ്മ തന്നെ. ഓക്കെ സർ. ഇന്ന് ഇത് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അത് പിന്നെ ശാന്തിമേമായാലും ബോമന ടീച്ചറായാലും എല്ലാം മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നും എല്ലാം വളരെയധികം ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. വളരെയധികം അവർ ശ്രമിക്കുന്നുണ്ട്, ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിന് ശരിക്കും ഒരു ലെക്ചർ ക്ലാസ് ആയിട്ട് തന്നെയാണ് രണ്ടുപേരും കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ജോസി സാറും എല്ലാം ഉപസംഹരിച്ച് എല്ലാം പറയുന്നുണ്ട്. ഓരോ ദിവസം ചെല്ലുന്നവരും ഖുറാന്റെ ക്ലാസ് വളരെയധികം ഭംഗിയായിട്ട് വരുന്ന സന്തോഷമുണ്ട്. 83 അധികാരങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി 133-ന് 50 അധികാരമുള്ളൂ. ഓവർ സർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ശാന്തിമ. ഭൂരിപക്ഷമായി അല്ലേ? ഭൂരിപക്ഷത്തിലെത്തിയിരുന്നു. അത് എന്നേ കഴിഞ്ഞു. 130 മുതൽ 83 ആയല്ലോ. ഓക്കെ, അപ്പോൾ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ലിൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം അല്ലേ? ഓക്കെ, സീ യു. ഗുഡ് നൈറ്റ്. Good night, sir. Good night. താങ്ക് യു സർ.